ജീസസ് വിഷൻ ഡെലിവറൻസ് മിനിസ്ട്രിയുടെ എല്ലാ ആത്മീയ പ്രോഗ്രാം കാണുന്നതിനും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുന്നതിനും ജീസസ് വിഷൻ ഡെലിവറൻസ് മിനിസ്ട്രിയുടെ ഫേസ്ബുക്ക് ലൈക്ക് 3-ാം ഭാഗം എന്ന് പറഞ്ഞ് അങ്ങനെ 3 തലങ്ങളിലാണ് ധ്യാനം നടത്താറുള്ളത്. അതിൽ 3-ാമത്തെ കോഴ്സ് എന്ന് പറയും ബന്ധനമോചനത്തിൻ്റെ. ആ 3-ാമത്തെ കോഴ്സിലാണ് യേശു ആരാണെന്ന് വെളിപ്പെടുന്നത്. 3-ാമത്തെ കോഴ്സിലാണ്. അതാണ് 3-ാമത്തെ കോഴ്സിൻ്റെ ഒരു പ്രത്യേകത. അതാണ് എന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങളിലൂടെയാണ് നമ്മൾ യേശുവിനെ തിരിച്ചറിഞ്ഞിട്ടത്. എന്നാൽ പുതിയ നിയമം ബൈബിൾ തൊടാതെ യേശു രക്ഷകനും നാഥനുമാണെന്ന് തിരിച്ചറിയുന്നതാണ് 3-ാമത്തെ കോഴ്സ്. എന്നുവെച്ചാൽ അപ്പോസ്തലന്മാർ യേശുവിനെ തിരിച്ചറിഞ്ഞപ്പം പുതിയ നിയമം ബൈബിളൊന്നും അവരുടെ കയ്യിലില്ലായിരുന്നു. അവരെങ്ങനെ തിരിച്ചറിഞ്ഞത്? അവരല്ലേ പുതിയ നിയമം ബൈബിൾ എഴുതിയത്. അപ്പോൾ പുതിയ നിയമം ബൈബിൾ ഇല്ലാതെ അവരെങ്ങനെ യേശുവിനെ തിരിച്ചറിഞ്ഞു? ആ രീതിയിൽ തിരിച്ചറിയുന്നതാണ് 3-ാമത്തെ കോഴ്സ്. ആ കോഴ്സിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അതിൽ വിളിക്കപ്പെട്ടവരും ഉണ്ട്. അതിൽ നമുക്കറിയാം, വിത്ത് വിതച്ചു കഴിഞ്ഞാൽ കളകളും ഉണ്ടാവും, നല്ല വിത്തുകളും ഉണ്ടാവും. ഇനി എത്ര തീ പാറുന്ന വചനം കൊടുത്താലും മാറാത്ത ആൾക്കാരുണ്ട്. അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ മാറുന്നവർക്ക് അവർക്ക് ആത്മീയമായ ആഹാരം 3-ാമത്തെ കോഴ്സിന് ശേഷം നൽകുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. നമുക്കതുകൊണ്ട് ഒരു ഗാനം പാടി ആരാധിക്കാം. ദൈവപിതാവേ എന്നോട് താതന്നി ദൂതന്മാരാപ്പകൽ വാഴ്ത്തിടുന്നു. നന്ദിയാൽ വണങ്ങും തിരുമുൻപിൽ നേരം എന്നുമെന്നും നീ ആരാധ്യനാം. നന്ദിയാൽ വണങ്ങും തിരുമുൻപിൽ നേരം എന്നുമെന്നും നീ ആരാധ്യനാം. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. യേശുനാഥായൻ കർത്തനാം രക്ഷകൻ നീ ദൂതന്മാരാപ്പകൽ വാഴ്ത്തിടുന്നു. നന്ദിയാൽ വണങ്ങും തിരുമുൻപിൽ നേരം എന്നുമെന്നും നീ ആരാധ്യനാ. നന്ദിയാൽ വണങ്ങും തിരുമുൻപിൽ നേരം എന്നുമെന്നും നീ ആരാധ്യനാ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ദൈവവിളി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ്. പറ്റിയാൽ നിങ്ങളൊന്ന് എഴുതിയെടുത്താൽ നല്ലതായിരിക്കും. അപ്പോൾ എന്താണ് ദൈവവിളി? ആർക്ക് പറയാം എന്തായിരിക്കും ദൈവവിളി? നിങ്ങൾക്ക് പെട്ടെന്ന് കത്തുന്നുണ്ടോ? എന്താണ് ദൈവവിളി? ആർക്ക് പറയാം? എന്താണ് ദൈവവിളി? ഇനി ദൈവവിളി നിങ്ങളിലുണ്ടോ? നിങ്ങളെന്താ ഇറങ്ങാത്തത്?
ദൈവവിളി ലഭിച്ചിട്ടും എന്താ ഇറങ്ങാത്തത്? ആ ചോദ്യത്തിന് ഉത്തരം പറ. ദൈവവിളി നിങ്ങളിൽ ഉണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞു, എന്നിട്ട് എന്താ ഇറങ്ങാത്തത്? ഇതാണ് ഇന്നത്തെ വിഷയം. ദൈവവിളി ഉണ്ടായിട്ടും നിങ്ങൾ ഇറങ്ങാത്തത് എന്താണ്? ഇതാണ് ഇന്നത്തെ വിഷയം. ഹല്ലേലൂയ. അപ്പം ഒന്ന്, ദൈവവിളി എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കപ്പെടാൻ വേണ്ടിയിട്ട് ദൈവപിതാവ് നിന്നെ പേര് ചൊല്ലി വിളിക്കുന്നതിനെയാണ് കോളിംഗ് എന്ന് പറയുന്നത്. ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടാൻ വേണ്ടി ദൈവപിതാവ് നിന്നെ പേര് ചൊല്ലി, ഏതെങ്കിലും പ്രവാചകർ വഴി, അല്ലെങ്കിൽ ദൈവം നേരിട്ട്, അല്ലെങ്കിൽ ഉൾപ്രേരണയാൽ ദൈവം നിന്നെ വിളിക്കുന്നതിനെയാണ് ദൈവവിളി എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു വിളി നിങ്ങൾക്ക് ലഭിച്ചിട്ടും നിങ്ങൾ ഇതുവരെ ഇറങ്ങാതിരിക്കുകയാണെങ്കിൽ അതിൻ്റെ കാരണം എന്ത്? ഇതാണ് ഇന്നത്തെ ക്ലാസ്. ഹല്ലേലൂയ. യേശുവേ ആരാധന. അതുകൊണ്ട് ദൈവവിളി ലഭിച്ചിട്ടില്ലാത്തവരൊക്കെ സൂമിലുണ്ടെങ്കിലും പ്ലീസ് നിങ്ങൾ ഈ ക്ലാസ് ഫുള്ള് കേട്ട് കഴിയുമ്പം നിങ്ങളുടെ മേൽ ദൈവവിളി ഉണ്ടോ എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റും. ആദ്യം നമ്മൾ വായിക്കാൻ പോകുന്ന വചനം റോമക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം, റോമർ 10:13-14 വചനമാണ് വായിക്കുന്നത്. എന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗകനില്ലാതെ എങ്ങനെ കേൾക്കും? ശരി, എന്താ ഇത് കണ്ടോ? നിങ്ങൾ ഇവിടെ ഈ വചനം ഒന്ന് ശ്രദ്ധിക്കണേ. അതായത് എന്തെന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷ പ്രാപിക്കും. നിത്യജീവനെയാണ് ഈ രക്ഷ പ്രാപിക്കുക എന്ന് പറയുന്നത്. ക്രിസ്തുവിൻ്റെ രക്ഷ നമുക്ക് കടന്നു വന്നിട്ട് നമ്മൾ നിത്യജീവൻ പ്രാപിക്കുന്നതിനാണ് ഈ രക്ഷ പ്രാപിക്കുക എന്ന് പറയുന്ന അർത്ഥം നിങ്ങൾ വ്യാഖ്യാനിക്കേണ്ടത്. കാരണം ക്രൂശിലെ വിടുതൽ നമ്മുടെ മേൽ ഇറങ്ങി വരുന്നു, നിത്യജീവൻ നമുക്ക് കിട്ടുന്നു. അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന എല്ലാ കാർമ്മികത്വവും അതിൻ്റെ അകത്തുണ്ട്. എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ, എന്നാൽ ഇതുവരെയായിട്ടും എന്താണെന്ന് യേശു ആരാണെന്ന് പോലും കേട്ടിട്ട് പോലും ഇല്ലാത്ത യേശുവിനെ കേട്ടിട്ടില്ലാത്തവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? വിളിച്ചപേക്ഷിക്കുന്നവർ, യേശുവിൻ്റെ നാമം വിളിക്കുന്നവരാ രക്ഷ പ്രാപിക്കുന്നത്. ഇവർക്ക് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കണമെങ്കിൽ ഇവർ യേശുവിൻ്റെ നാമം ഒന്ന് കേൾക്കണ്ടേ? ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനെ അവരെങ്ങനെ വിശ്വസിക്കും? ഇങ്ങനെ യേശു ആരാണെന്ന് പോലും അറിയാത്ത ഒരാൾ എങ്ങനെയാണ് യേശു എന്ന നാമം പോലും കേട്ടിട്ടില്ല, പിന്നെ എങ്ങനെ വിശ്വസിക്കും? അപ്പോൾ അവിടെ ഒരു പ്രാസംഗികൻ്റെ ആവശ്യം ഉണ്ട് എന്ന് പിതാവിന് മനസ്സിലായി. ഹല്ലേലൂയ. അവിടെ ഒരു പ്രസംഗികൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ ഈ വചനത്തിൽ പറയുവാണ്, യേശുവിനെ കേട്ടിട്ടില്ലാത്തവരെങ്ങനെ വിശ്വസിക്കും? യേശുവിനെക്കുറിച്ച് അറിഞ്ഞിട്ട് പോലും ഇല്ലാത്തവരെ എങ്ങനെയാണ് അവൻ്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്? എങ്ങനെയാണ്? അവിടെയാണ് ഒരു പ്രസംഗികൻ്റെ ആവശ്യം. ഹല്ലേലൂയ. ഒരു പ്രസംഗികൻ എഴുന്നേറ്റേ പറ്റത്തുള്ളൂ, ഒരു പ്രാർത്ഥനക്കാരൻ എഴുന്നേറ്റേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. സ്തോത്ര. ആമേൻ. ഇനി അടുത്തത് അപ്പോൾ നമ്മൾ എന്താണ് 14 വായിച്ചേ. എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ അവർ എങ്ങനെ വിളിച്ചു? എല്ലാവരും ഒന്ന് വായിച്ചേ, എല്ലാവരും ഒന്ന് വായിച്ചേ പ്ലീസ്. എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? അതുകൊണ്ട് നീ എഴുന്നേൽക്കണം. ദൈവം നിങ്ങളിൽ ഈ സൂമിലിരിക്കുന്ന ആരോഗ്യം കാണുന്നുണ്ട്. ഇവരെ ആരെങ്കിലും ഒന്ന് എഴുന്നേറ്റിരുന്നെങ്കിൽ. കാരണം ഇവരുമായിട്ട് സഹകരിക്കുന്ന പലർക്കും യേശുവിനെ അറിയത്തില്ല. അത് ഇവരെ എഴുന്നേറ്റാൽ അത്രയും 10 പേരെങ്കിൽ 10 പേര് യേശുവിനെ അറിയാനിടയാകും. ഇവൻ്റെ കുടുംബത്തിൽ ഒരാൾക്ക് പോലും യേശുവിനെ അറിയത്തില്ല. അപ്പോൾ ആ കുടുംബത്തിൽ നിന്ന് ഇവനെ ഒന്ന് പൊക്കിയാൽ, അല്ലെങ്കിൽ ഇവളെ ഒന്ന് എഴുന്നേൽപ്പിച്ചാൽ ആ കുടുംബം മുഴുവൻ യേശുവിനെ അറിയും. ഹല്ലേലൂയ. അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ദൈവം ആഗ്രഹിക്കുന്നു, നിങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ ഉടനെ ഇത് കേട്ട ഉടനെ, ഇപ്പോൾ ഈ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുകയാണ് എനിക്ക് ഉടനെ ഇറങ്ങണം എന്ന് നിങ്ങൾക്കൊരു തോന്നലുണ്ടാവുകയാണ്. ആ തോന്നൽ സാധാരണ ധ്യാനം കൂടുമ്പോൾ മൂന്നാമത്തെ കോഴ്സിലൊക്കെ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇപ്പോൾ ഞാൻ നോക്കിക്കോ ഇറങ്ങി സുവിശേഷം വേല ചെയ്യും. അത് കണക്ക് നിങ്ങൾ ചെന്നോ രോഗശാന്തിക്ക് വേണ്ടി തളർന്നു കിടക്കുന്ന രോഗിയെടുത്ത് ചെന്നിട്ട്, അല്ലെങ്കിൽ മരണകരമായ രോഗം പിടിക്കപ്പെട്ട പേഷ്യൻ്റെ അടുത്ത് ചെന്നിട്ട് ഞങ്ങൾ കർത്താവ് നിന്നെ സുഖപ്പെടുത്തിയ നീ എന്ത് ചെയ്യും? ഉടനെ അവർ പറയും ഞാൻ യേശുവിന് വേണ്ടി ഇറങ്ങും. ഇങ്ങനെ പറയും. പക്ഷെ അവരൊന്നും ഇറങ്ങത്തൊന്നുമില്ല. അത് വേറെ വിഷയം. പക്ഷേ ഇറങ്ങിയിട്ടുള്ളവരും ഉണ്ട്, പിള്ളേരും പറയാം. ഇറങ്ങത്തൊന്നുമില്ല. മിക്കുള്ളവരും ഇറങ്ങിയിട്ടില്ല. ചിലവർ ഇറങ്ങിയിട്ടുണ്ട്. ചിലവർ ദൈവവിളിയുള്ളവർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെന്താണ്? അന്നേരം കിടക്കയിൽ വെച്ച് ഇവർ പറയും ഞാൻ ഇറങ്ങുമെന്ന് പറയും, പക്ഷേ ഇറങ്ങുന്നില്ല. അതിൻ്റെ കാരണം എന്താ? ഉടനെ ഞാൻ ഇറങ്ങും.
പക്ഷേ ഇതുവരെയായിട്ട് ഇറങ്ങിയിട്ടില്ല. ചിലവർക്ക് ദൈവദാസന്മാർ, കർത്താവിൻ്റെ ശക്തിയേറിയ പ്രവാചകർ വന്നിട്ട് എൻ്റെ മുമ്പിൽ വെച്ച്, ജീസസ് മിഷന് പുറത്തുള്ള ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ദൈവദാസന്മാർ, അവർ വന്നിട്ട് തലയൊക്കെ വെച്ചിട്ട് നിന്നെ ദൈവം വിളിക്കുന്നു, നിന്നെ വചനപ്രഘോഷകനാക്കുന്നു, വേറൊരാളെ കൈവച്ചിട്ട് നിന്നെ വചനപ്രഘോഷകയാക്കുന്നു, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രവചനം ഞങ്ങളുടെ മുമ്പിൽ വെച്ച് നടത്തിയ സംഭവമുണ്ട്. അത് ഒരാളല്ല, വന്നിട്ടുള്ള പലരും, ഇവരെയൊന്നും അറിയാത്തവർ ഇവരുടെ തലയൊക്കെ വെച്ചിട്ട് പ്രവചനം നടത്തിയിട്ട് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അതെന്താണ്? ഇത്രയും പ്രവചനം കിട്ടിയിട്ട് ഇവരിറങ്ങാത്തത് എന്താ? ഇത്രയും പ്രവചനം കിട്ടിയിട്ട് ഇവർ ഒരു സുവിശേഷ വില പോലും, ക്രിസ്തു ആരാണെന്ന് പോലും പറയാൻ ഇവർ മെനക്കെടാത്തത് എന്താ? ചില കുടുംബത്തിൽ ഇങ്ങനെ പറയാറുണ്ട്, പിശാച് നിൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരു സുവിശേഷകൻ പോലും എഴുന്നേൽക്കരുതെന്ന് ആഗ്രഹിച്ച് നിന്നെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, നീ അത് അഴിക്കണം എന്നുള്ള പ്രവചനം കൊടുത്തിട്ട് പോലും എഴുന്നേൽക്കാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അതെന്താണ് അങ്ങനെ സംഭവിക്കുന്നത്? അപ്പോൾ ഇവർ പറയുന്ന 2-3 കാര്യങ്ങളുണ്ട്. ചിലവർ പറയും ഉടനെ ഞാൻ ഇറങ്ങും, ഇപ്പോൾ ഈ ക്ലാസ് കേട്ടോണ്ടേ പറയും ഇപ്പോൾ ഞാൻ ഇറങ്ങുമെന്ന് പറയും. പക്ഷേ ഇവരിറങ്ങത്തൊന്നുമില്ല. ഇവർ കർത്താവിന് വേണ്ടി ഇറങ്ങത്തില്ല. ഉടനെ ഇറങ്ങും, ഞാൻ ഇറങ്ങത്തില്ല. പിന്നെ അടുത്തത് എന്താണ്? പിന്നെ പറയുന്ന ഒരു ഐഡിയ ആണ്, എന്നെ ദൈവം അനുവദിച്ചിട്ടില്ല. അതെന്താന്ന് പറഞ്ഞാൽ അടവാണ്. കാരണം ഇറങ്ങിയിട്ട് പരിപാടി, കാരണം സ്വഭാവം ആദ്യം മാറണ്ടേ. ഈ ഒന്ന് പറഞ്ഞാൽ 2ന് വഴക്കുണ്ടാക്കുന്നവർ, അവർ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയാൽ ആരെങ്കിലും അവരുമായിട്ട് ചേരുമോ? അപ്പോൾ ചേരാത്ത ആൾക്കാർ എന്തു പറയും? ഒറ്റപ്പെട്ട് ജീവിക്കുന്ന അവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ളവരെന്ത് പറയും? എനിക്ക് ദൈവം ഇതുവരെയായിട്ടും അനുവദിച്ചിട്ടില്ല. അനുവദിക്കാത്തതല്ല, നിൻ്റെ കയ്യിലിരിപ്പ്. നീ ആദ്യം മാനസാന്തരപ്പെടണം, നിൻ്റെ സ്വഭാവം രൂപീകരണം ഉണ്ടാവണം. പിന്നെ 10 കൊല്ലമായി എനിക്ക് കോളിംഗ് കിട്ടിയിട്ടുണ്ട്, എനിക്ക് ദൈവത്തിൻ്റെ വിളി കിട്ടിയിട്ടുണ്ട്. പക്ഷെ 10 കൊല്ലമായി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. 10 കൊല്ലമായി പറയുവാണ് എനിക്ക് ദൈവത്തിൻ്റെ വിളി കിട്ടിയിട്ടുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ അപ്പോയിൻമെൻറ്റ്, സുവിശേഷ വേലയ്ക്കായി ഉള്ള അപ്പോയിൻമെൻറ്റ് എനിക്ക് ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല. ഇങ്ങനെയൊക്കെ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് ഓരോ വർഷവും നീക്കി കൊണ്ടുപോകുന്ന വ്യക്തികളെ ദൈവത്തിൽ വചനം വളരെ വ്യക്തമായി അവരെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഇന്നത്തെ രാത്രി. ഹല്ലേലൂയ. നമുക്ക് സ്തുതിക്കാം. എത്ര പേർ ഇന്നത്തെ ക്ലാസ് കേട്ടിട്ട് മാറാൻ ആഗ്രഹിക്കുന്നു? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 10-ാം 2-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. നമുക്ക് അവൻ അവരോട് പറഞ്ഞു, കൊയ്ത്ത് വളരെ, വേലക്കാരോ ചുരുക്കം. ഇവിടെ കണ്ടോ, കൊയ്ത്താണെങ്കിൽ അന്നത് 2000 വർഷത്തിന് മുമ്പ് പറഞ്ഞതാണ്. അന്ന് പറഞ്ഞതല്ലേ? അപ്പോൾ അന്നത്തുള്ള തലമുറയെക്കാളും ജനറേഷൻ ഇന്ന് 2024 കൂടുതലാണ്. അന്ന് ലോകത്തിലുള്ള വേൾഡിലെ ജനറേഷൻ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ 1000 മടങ്ങ് കൂടുതലാണ് ഇന്ന്. അതുകൊണ്ട് ഇന്ന് കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരില്ല. അതിനാൽ കൊയ്ത്തിന് വേലക്കാരി അയക്കാൻ കൊയ്ത്തിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കാൻ. 10 വർഷമായിട്ടിരിക്കുന്നവന് ശ്രദ്ധിച്ചോ, 10 വർഷം അവന് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടില്ല. നാളെ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ പ്രവചനത്തെ പുച്ഛിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ ഈ അടവും കൊണ്ടിരിക്കരുത്. നീ മാറുക. നിനക്ക് മാറാൻ പറ്റാത്തത് കാരണമാണ് നീ ദൈവവേല നിന്നിൽ, ആ കൃപ നിന്നിൽ വർദ്ധിക്കാത്തത്. ദൈവത്തിൻ്റെ കൃപ നിൻ്റെ മേൽ വരാതെ നിനക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. അത് സത്യം തന്നെയാണ്. ആ കൃപ നിൻ്റെ മേൽ വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? വരാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? നിൻ്റെ മേൽ നീ മാറ്റേണ്ട ചില കാര്യങ്ങളുണ്ട്. മാനസാന്തരത്തിൻ്റെ ആദ്യത്തെ പടി അത് നീ ചെയ്തിട്ടില്ല. ഇപ്പോഴും നീ ഒളിച്ചു നടക്കുകയാണ് ദൈവത്തിൽ നിന്ന്, ധൂർത്തപുത്രനെ പോലെ. ഹല്ലേലൂയ, യേശുവേ ആരാധന. അതുകൊണ്ട് കൊയ്ത്തിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കാനെ പറഞ്ഞ വേലക്കാർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ അത്യാവശ്യമാണ്. ഇത് വളരെ അത്യാവശ്യമുള്ള കുറച്ച് ആൾക്കാർ വേണം. കാരണം 10 പേർക്ക് ഒരാളെ വെച്ച് വേണം. അതുകൊണ്ട് അത്യാവശ്യം നിങ്ങൾ പ്രാർത്ഥിക്കാൻ യേശുക്രിസ്തു പറയുകയാണ്. ഹല്ലേലൂയ, സ്തോത്ര, ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവേ, അപ്പം ഞാൻ കർത്താവിൻ്റെ അടുത്ത് ചോദിക്കാം, കർത്താവേ എങ്ങനെയാണ് ഈ ആൾക്കാർ ഇത് ക്ലാസ് കേൾക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ എനിക്ക് ദൈവത്തിൻ്റെ വേല ചെയ്യണം, എനിക്ക് കർത്താവിൻ്റെ കൂടെ ഗോസ്പൽ വർക്ക് ചെയ്യണം, ഇങ്ങനെ ഒരു ആഗ്രഹം അവർക്ക് ഉണ്ടാവണമെങ്കിൽ അതിനെന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞതാ യോഹന്നാൻ്റെ സുവിശേഷം 6:44 കർത്താവ് പറഞ്ഞത്. എല്ലാവർക്കും അറിയാവുന്നൊരു വചനമാണ്. പക്ഷെ ആ വചനം നിങ്ങൾ വായിക്കുമ്പോഴേ നിങ്ങൾക്ക് അത് മനസ്സിലാകത്തുള്ളൂ. എല്ലാവർക്കും അറിയാവുന്ന വചനമാണ്. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കുകയില്ല. ഒരിക്കൽ കൂടി വായിച്ചോ. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ. 10 വർഷമായിട്ട് ദൈവവേല ചെയ്യാതെ കോളിംഗ് കിട്ടിയിട്ടുണ്ട്, ഇതുവരെയായിട്ട് അനക്കമില്ലാതിരിക്കുന്ന
ആരെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടുകൊള്ളുക, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചല്ലാതെ ഒരുവനും എൻ്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കില്ല. കർത്താവിൻ്റെ ഗോസ്പൽ കേട്ട് മാനസാന്തരപ്പെട്ട് ആ ഗോസ്പൽ മറ്റൊരാൾക്ക് നൽകുന്നതിനെയാണ് എൻ്റെ അടുക്കൽ വരിക. എൻ്റെ അടുക്കൽ വന്നതിൻ്റെ അടയാളം അതാ. എൻ്റെ അടുക്കൽ വരുന്നവന് ഫലം പുറപ്പെടുവിക്കും. അപ്പോൾ അവനത് ചെയ്യാൻ പറ്റാതിരിക്കുന്നതിൻ്റെ കാരണം പിതാവിൻ്റെ ആകർഷണം വളരെ ശക്തമായിട്ട് നിന്നിൽ എത്തുന്നില്ല. അപ്പോൾ അവൻ എൻ്റെ അടുക്കൽ വരാൻ സാധിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് അന്ത്യനാളിൽ പോലും അവൻ എൻ്റെ അടുക്കൽ വരണമെങ്കിലും പിതാവ് ആകർഷിക്കണം. നിങ്ങൾ മരിച്ചു എന്നിട്ട് ആ ആത്മാവ് യേശുവിൻ്റെ കൂടെ ഇരിക്കണമെങ്കിൽ പോലും പിതാവ് ആകർഷിക്കണം. അത്ര സ്ട്രോങ് ആണത്. അപ്പോൾ അങ്ങനെ ആകർഷിക്കണമെങ്കിൽ എങ്ങനെ നമ്മൾ എന്ത് ചെയ്താലാണ്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ പിതാവ് ആകർഷിക്കാനായിട്ട്? അതോ നമ്മളിങ്ങനെ വെറുതെ വായി നോക്കി നടക്കുമ്പോൾ പിതാവ് ഉടനെ വന്ന് പുറകെ കൂടെ വന്ന് ആകർഷിക്കും, നമ്മളെ പിടിച്ച് വേല ഏൽപ്പിക്കും? അങ്ങനെ ഈ കൃപയുടെ ക്ലാസ്സുകളൊക്കെ ഈ പഠിക്കുന്നവർ ഈ കൃപയുടെ ക്ലാസ്സിൻ്റെ ഒരു സെക്ഷൻ മാത്രം പഠിച്ചു, ഒരു സൈഡ് മാത്രം പഠിച്ചു പോകുന്നവർ, അവർക്കൊരു ധാരണയാണ്. എന്താണെന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ചെയ്യേണ്ട, വെറുതെ നിന്നാൽ മതി, എല്ലാം ദൈവം ചെയ്തോളൂ. അങ്ങനെ പറയുമ്പോഴത്തേക്ക് സ്നേഹത്തിന് അവിടെ ഒരു വിലയില്ല. പറഞ്ഞു മനസ്സിലായോ? സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ സ്നേഹം അങ്ങോട്ടും ദൈവത്തിൻ്റെ സ്നേഹം ഇങ്ങോട്ടും വരുമ്പോൾ അതിൻ്റെ അകത്തൊരു പ്രവൃത്തിയുണ്ട് സ്നേഹത്തിന്. ഹല്ലേലൂയ. ഈ കൃപയുടെ ക്ലാസ്സുകാർ ഒരിക്കലും ഈ സ്നേഹത്തിലുള്ള പ്രവൃത്തിയെ ഇവർക്ക് അറിയില്ല. ഇവർ മറച്ചു വെച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അത് കാരണം ഇവർ പറയും ഒന്നും ചെയ്യേണ്ടെന്ന് പറയും. അങ്ങനെയുള്ളൊരു വചനമുണ്ട്. ആ വചനം എടുത്തു വെച്ചിട്ടാണ് ഈ കൃപയുടെ ആൾക്കാർ ദുരുപദേശം നൽകുന്നത്. പക്ഷേ നിങ്ങളങ്ങനെയല്ല, സ്നേഹത്തിന് പ്രവൃത്തി ഉണ്ടെന്ന് പൗലോസ് തന്നെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നമ്മളും ക്രിസ്തുവും തമ്മിൽ സ്നേഹം. ഇപ്പം ഞാൻ ക്രിസ്തുവിന് വേണ്ടി ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് ഞാൻ വിചാരിക്കും 6 മണിയാകുമ്പോഴേ അല്ലെങ്കിൽ 3 മണിക്ക് ക്രിസ്തുവിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഇത് എൻ്റെ ഉള്ളിൽ നിന്ന് ക്രിസ്തുവിനോട് കൊടുക്കുന്ന എൻ്റെ സ്നേഹമാണ്. അങ്ങനെയുള്ളൊരു സ്നേഹം എൻ്റെ അകത്തുണ്ടെന്ന് കാണുമ്പോൾ പിതാവിൻ്റെ ആകർഷണം എന്നിലേക്ക് വരും. ഹല്ലേലൂയ. മറിച്ച് ഞാൻ ഒന്നും ചെയ്യില്ല, ഞാൻ കിടന്നുറങ്ങുവാണ്, ഞാൻ എഴുന്നേൽക്കത്തില്ല. കൃപ വേണമെങ്കിൽ എന്നെ എഴുന്നേൽപ്പിക്കട്ടെ. അതെന്തോ ഒരു സുവിശേഷമാണ്. ഞാനൊന്നും അനങ്ങുന്നില്ല, ഞാനിങ്ങനെ പള്ളിയിലും പോകത്തില്ല, ഞാൻ വീട്ടിൽ തന്നെ ഇരിപ്പാണ്. കൃപ വേണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യട്ടെ. അങ്ങനെ ഒരു സുവിശേഷം ദൈവം നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ട സ്നേഹമുണ്ട്, ദൈവം നമുക്ക് തരുന്ന സ്നേഹമുണ്ട്. എന്നാൽ കൃപയ്ക്ക് കൃപയുടേതായ അർത്ഥങ്ങളുണ്ട്. ഒരാൾ കൃപയിലേക്ക് വരുന്നത്, ഒരാൾ സുവിശേഷം അറിയിക്കുന്നത്, ഒരാൾ ദൈവത്തെ ദൈവവേല ചെയ്യുന്നത്, ഇതെല്ലാം കൃപ വഴിയാണ്. അത് സമ്മതിക്കുന്നുണ്ട്, കൃപ വഴി തന്നെയാണ്, ഞങ്ങളും അത് വിശ്വസിക്കും. പക്ഷേ ഈ കൃപയിലായിരിക്കുന്ന വ്യക്തി കൃപ അയാളിൽ പ്രവർത്തിക്കണം, കൃപ പ്രവർത്തി ചെയ്യിപ്പിക്കണം. അത് നമ്മൾ വളരെ ശ്രദ്ധിച്ചോണം എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. കൃപ പ്രവർത്തി ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ്. ഇനി അടുത്തത് നമുക്ക് വായിക്കേണ്ട, ദൈവവേലയിൽ വിളിക്കപ്പെടുന്നവർ നമ്മൾ എവിടേക്കാണ് വരേണ്ടത്? ആകർഷണത്തിൻ്റെ വിഷയമാണ് അല്ലേ? പിതാവ് ആകർഷണം എൻ്റെ മേൽ വരാത്തതിൻ്റെ കാരണം എന്ത് എന്നുള്ളൊരു വിഷയത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്കൊരു വചനം വായിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 37-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അവർ ശിഷ്യന്മാരോട് പറഞ്ഞു, വിളവധികം വേലക്കാരോ ചുരുക്കം. അതിനാൽ തന്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. ഇത് പ്രാർത്ഥിക്കണമേ എന്നുള്ളൊരു വിഷയം പറയുന്നു. അപ്പോൾ അവിടെ ഒരു പ്രയർ ആവശ്യമാണ്. മനസ്സിലാകുന്നുണ്ടോ? അല്ലാതെ ചുമ്മാ കടന്നുറങ്ങിയപ്പോൾ കൃപ വന്ന് എടുത്തുകൊണ്ട് പോയതല്ല. അതിന് ഈ കൃപയുടെ ആൾക്കാർ അതിന് ഒരു അടവ് പറയുന്നുണ്ട്. അത് യഹൂദന്മാർക്കുള്ളതാണ്, ഇത് ജാതികൾക്കാണ്. ഇത് കാരണം ഇത് പ്രവൃത്തിയുണ്ട് ഇതിൻ്റെ അകത്ത്. അത് കാരണം ഈ പ്രവൃത്തി മൊത്തം ജൂതന്മാർക്ക് കൊടുക്കണം. ഇപ്പം എൻ്റെ സൈക്കോളജിക്കൽ ഐഡിയ മനസ്സിലായോ? ഇതാണ് ഇവന്മാരുടെ അടവ്. അത് നിങ്ങൾ അതിലേക്ക് പോകേണ്ട, അത് വെറും കൾട്ട് സംഭവമാണ്, ഭൂലോക കൾട്ട് എന്ന് പറയും. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ യേശു ക്രിസ്തു പറയുന്ന ഉപദേശം ശിഷ്യർക്കും ശിഷ്യരുടെ വചനം കേൾക്കുന്ന ഏവർക്കും ഉള്ളതാണ്. ഇങ്ങനെ നിങ്ങൾ പഠിച്ചു വെക്കുക. യേശു ക്രിസ്തുവിൻ്റെ ഉപദേശം അന്നത്തെ ശിഷ്യർക്കും ആ ശിഷ്യരുടെ വചനം കേൾക്കുന്ന ഏവർക്കും, ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വരെ ഉണ്ടെന്ന് യെശയ്യാ 53 യെശയ്യാ പ്രവചിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വരും തലമുറകളെ വരെ കണ്ടിട്ടാണ് ഈ വചനം പറഞ്ഞിരിക്കുന്നതെന്ന് യെശയ്യാ 53 പറയുന്നുണ്ട്. അപ്പോൾ യേശുവിൻ്റെ ഒരു ഉപദേശം അത് ജൂതന്മാർക്ക് മാത്രമുള്ളതാണെന്ന് ആരെങ്കിലും ധ്യാനിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളണം, അത് വിശ്വസിക്കരുത്. ഉഗ്രൻ സാത്താൻ ഭൂലോക കൾട്ടുമായിട്ട് ഇറങ്ങിയതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ടത് യേശുവിൻ്റെ വചനം തന്നെയാണ്.
ഹല്ലേലൂയ. അപ്പോൾ എന്താണ് പറയുന്നത്? ഇവിടെ പ്രാർത്ഥന പറയുന്നുണ്ട്. വിളവ് കൊയ്ത്തുകാരെ ഇറക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? പ്രാർത്ഥന ചെയ്യണമെന്നാണ് പറയുന്നത്. പ്രാർത്ഥന ഒരു പ്രവൃത്തി തന്നെയാണ്. പ്രാർത്ഥന ചെയ്യണമെന്നാണ് പറയുന്നത്. യേശുവേ ആരാധന. അപ്പം പ്രാർത്ഥിച്ചേ പറ്റത്തുള്ളൂ. നമ്മുടെ ജീസസ് വിഷനിൽ എത്രയോ പേര് ഇറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങൾ കർത്താവേ സത്യസന്ധരായ ആൾക്കാരെ ഇറക്കണേ എന്ന് പറഞ്ഞുകൊണ്ട്. ഹല്ലേലൂയ. യേശുവേ ആരാധന. അപ്പോൾ നമ്മൾ ഈ അവിടെ നമ്മൾ ഇനി അടുത്തതാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. ആകർഷണത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ നോട്ട് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിക്കണേ. ആകർഷണത്തെക്കുറിച്ച് നമ്മൾ നോട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ താൻ ദൈവവേലയ്ക്ക്, ശ്രദ്ധിക്കണേ, താൻ ദൈവവിളിക്ക് യോഗ്യനാണ്, തന്നെ ദൈവം വിളിച്ചു. ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറയാം, ഞാൻ സുവിശേഷകൻ ഒന്നും ആയില്ല, പക്ഷേ എൻ്റെ അകത്തൊരു പ്രേരണ കിട്ടുകയാണ്. ഞാൻ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു. എൻ്റെ അകത്തൊരു സുവിശേഷകനെ ഞാൻ ഉറങ്ങുമ്പം കാണുന്നു, സ്വപ്നത്തിൽ കാണുന്നു, നടക്കുമ്പോഴും പോകുമ്പോഴെല്ലാം എൻ്റെ അകത്ത് ഒരു റോൾ മോഡലായിട്ട് നമ്മൾ ആരെങ്കിലും കാണും. ചിലപ്പോൾ ബെന്നി ഗിന്നെ ആയിരിക്കാം, ചിലപ്പോൾ ശക്തിയേറിയ ബ്രോങ്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും ഈ ലോകത്തിൽ ജീവിച്ച ഏതെങ്കിലുമൊക്കെ പ്രഘോഷകരെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇങ്ങനെ ചിന്തിക്കുവാണ്, എൻ്റെ അകത്ത് അവരെ പോലെ, അല്ലെങ്കിൽ നിങ്ങൾ ബൈബിളിലുള്ള മോശയ്ക്കെതിരെ ഇപ്പോൾ ആൾക്കാർ പറയുന്നുണ്ട്, മോശയെ പോലെ അല്ലെങ്കിൽ ഏലിയാവിനെ പോലെ എനിക്കും ഇങ്ങനെ ആകണം എന്ന് ഒന്നുമില്ലാതിരിക്കെ നിങ്ങൾക്കൊരു തോന്നലുണ്ടായാൽ ആ തോന്നലാണ് ആകർഷണം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ഉണ്ടാവാതിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ ഇറങ്ങത്തില്ല. യേശുവേ ആരാധന. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 23-ാമത്തെ വാക്യമാണ് നമ്മളിപ്പോൾ എഴുതേണ്ടത്. നിങ്ങളെല്ലാവരും ഒന്ന് എഴുതിയെടുക്കുക. എന്നിട്ട് ബൈബിൾ എടുത്ത് നിങ്ങൾ അടുത്ത് വെക്കുക. ആ ബൈബിൾ അണ്ടർലൈൻ ചെയ്യുക. അതിൻ്റെ മേളിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം, ഒരു മനസ്സിലാക്കാൻ വേണ്ടി. ഈ ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരാളെ പഠിപ്പിക്കാൻ വേണമെങ്കിലും ഉപയോഗിക്കാം. ശരിയാണെന്ന് നിങ്ങൾക്ക് ആത്മാവ് ബോധ്യം തരികയാണെങ്കിൽ മറ്റൊരാളെ പഠിപ്പിക്കാവുന്നതാണ്. ഇത് നിങ്ങൾ എവിടെയെങ്കിലും പ്രസംഗിക്കുവാണെങ്കിൽ ഇത് പ്രസംഗിച്ചോളുക. ഇത് കേട്ടോളുക. എന്താണ് പറയുന്നത്? വചനം കേട്ട് ഗ്രഹിക്കുന്നവനാണ് നല്ല നിലത്ത് വീണ വിത്ത്. അവൻ 100 മേനിയും 50 മേനിയും 30 മേനിയും ഫലം പുറപ്പെടുവിക്കും. ഇവിടെ ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ്, ഒരു നല്ല നിലത്ത് വീണ വിത്ത്, നല്ല നിലത്ത് വീണ വിത്ത് എന്ന് പറയുന്നത് ഞാനും നിങ്ങളുമാണ്. യേശു നൽകിയ വചനം എന്നിൽ വീണു, ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരിലും വീണു. പക്ഷെ ആ വചനം നമ്മളിൽ വീണതും നമ്മൾ ഗോസ്പൽ പ്രഘോഷിക്കുവാൻ വേണ്ടി നമ്മൾ എഴുന്നേൽക്കുകയാണെങ്കിൽ 100 മേനി, 60 മേനി, 30 മേനി. 30 മേനി അങ്ങനെ 3 മേനിയായിട്ട് പറയുന്നത് എന്താണെന്നറിയാം? 30 മേനി തുടക്കക്കാരാണ്, 60 മേനി കുറച്ച് പഴക്കം ചെന്നവർ, 100 മേനി ഗുരുക്കന്മാരാണ്. ഹല്ലേലൂയ. അവരങ്ങോട്ട് 1 മണിക്കൂർ നിന്നാൽ മതി, 100 മേനി അങ്ങ് വിളയും. ഹല്ലേലൂയ. തുടക്കക്കാർ ചിലപ്പോൾ അരമണിക്കൂർ നിൽക്കുമ്പോൾ 15 മിനിറ്റ് ആൾക്കാർ ശ്രദ്ധിക്കും, 15 മിനിറ്റ് ആൾക്കാർ ഉറങ്ങും. പക്ഷെ അവൻ 130 മേനി അവൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്നറിയാം? അവൻ വചനം കേട്ട് ഗ്രഹിച്ച് അവന് പിന്നെ നിൽക്കാൻ പറ്റുന്നില്ല. അവനൊരു ഇറങ്ങി. ഹല്ലേലൂയ. അവൻ 30 അവൻ പുറത്തു കൊണ്ടുവരികയാണ്, അല്ലാതെ വീട്ടിൻ്റെ അകത്ത് കയറി ഇരിക്കുമല്ല, അല്ലെ റൂമിൻ്റെ അകത്ത് കയറി ഇരിക്കുന്നവനല്ല. സ്തോത്രം. അടവും പറഞ്ഞ് റൂമിൻ്റെ അകത്ത് ഇരിക്കുന്നവരല്ല, അവർ പുറകോടിപ്പിക്കാൻ തുടങ്ങി. യേശുവേ ഹല്ലേലൂയ. നിനക്ക് പിടികിട്ടിയോ? ഈ നിലത്ത് വിത്ത് വീണോ അവൻ പുറകോടിപ്പിച്ചേ പറ്റത്തുള്ളൂ. 10 വർഷമായിട്ട് ഫലം പുറകോടിപ്പിക്കാതിരിക്കുക, 10 വർഷമായിട്ട് വീടിൻ്റെ അകത്ത് കയറി ഇരിക്കുക, എന്നിട്ട് പറയുകയാണ് എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ലെന്ന്. ഹല്ലേലൂയ. എങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ശരിയാണോ? ശരിയുള്ളവരാണോ നിങ്ങൾ? ഹല്ലേലൂയ. നിങ്ങൾ ശരിയുള്ളവരല്ല. അപ്പോൾ ഞാൻ പറയുന്നത്, ഒന്നെങ്കിൽ നിങ്ങൾ ഗോസ്പൽ എല്ലാവർക്കും വചനം പറയാൻ പറ്റുമോ ബ്രദറെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, പറ്റത്തില്ല. അത് എനിക്കറിയാം. സുവിശേഷം എന്ന് പറയുന്നത് എന്താണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഇതുപോലെ പ്ലാറ്റ്ഫോമിൽ നിന്ന് വചനം പറയുന്നതാണോ സുവിശേഷം? അല്ല. സുവിശേഷത്തിന് വേണ്ടി വീടൊരുക്കുക, സുവിശേഷത്തിന് വേണ്ടി നിങ്ങൾ അതിൻ്റെ സജ്ജീകരണത്തിന് വേണ്ടി നിങ്ങൾ ഓടി നടക്കുക. ഇതെല്ലാം സുവിശേഷ വേലയിൽ വരും. ഹല്ലേലൂയ. അല്ലാതെ വെറുതെ ഒന്നുമല്ല. സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി വേദി ഒരുക്കി കൊടുക്കത്തില്ലേ? അവർ സുവിശേഷ പ്രഘോഷണം ചെയ്യുന്നവരെക്കാൾ കൂടുതൽ കർത്താവിൻ്റെ അംഗീകാരം കിട്ടുന്നവരാണ്. ഹല്ലേലൂയ. സുവിശേഷ പ്രഘോഷണം കേൾക്കാൻ വേണ്ടി ആളെ വിളിക്കാൻ പോകുന്നവരുണ്ടല്ലോ,
ഫോണിനെടുത്തിട്ട് വാ നിങ്ങളൊന്ന് സുവിശേഷം കേൾക്കുന്നു പറഞ്ഞുകൊണ്ട് വിളിക്കാൻ പോകത്തില്ലേ? അവരും സുവിശേഷ വേലക്കാരാണ്. ഹല്ലേലൂയ. അവരെന്തെങ്കിലും അതാ 100 മേനി 30 മേനി 30 മേനി എന്ന് പറഞ്ഞാൽ പ്രേക്ഷിത വേലക്കാരല്ല അതിൻ്റെ അകത്താണ് വരുന്നത്. ഇപ്പോൾ അവരങ്ങനെ ആയിത്തീർന്നു. പക്ഷെ നാളെ അവർ 100 മേനിയുടെ വചനം പ്രഘോഷകരായി മാറും. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, വിത്ത് വീണ ഇവൻ ഫലം പുറപ്പെടുപ്പിച്ചേ പറ്റത്തുള്ളൂ. ആകർഷണം അതാണ്, അല്ല വീട്ടിൽ കയറി ഇരിക്കുന്നവനല്ല. ഹല്ലേലൂയ. യേശുവേ ആരാധന. നമ്മുടെ ജീസസ് വിഷൻ ടീമിൽ തന്നെ ഞാൻ ഈ ക്ലാസ് എടുക്കാൻ തന്നെ കാരണം, കഴിഞ്ഞ ആഴ്ചകളിൽ ചിലരുടെ മുഖം കാണിച്ചിട്ട് ദൈവം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇവരൊക്കെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ ഒരു ചെറിയൊരു ക്രോധം അവരുടെ മേൽ ഉള്ളതാണൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. ചിലവരൊക്കെ ദൂത് കിട്ടിയിട്ട് ഇറങ്ങാതെ ജോലിയും ചെയ്ത് ഭൗതിക കാര്യമായിട്ട് നടക്കുന്നവരുണ്ട്. ചിലവർ കലപ്പേ കൈ വെച്ചിട്ട് തിരിഞ്ഞു നോക്കിയവർ. ഇവരുടെയൊക്കെ പേരുകൾ ദൈവം വെളിപ്പെടുത്തി തന്നിട്ട് പറഞ്ഞ് ഇവർക്കെല്ലാം നിൻ്റെ മുമ്പിൽ കരച്ചിലുമായിട്ട് വരുമ്പോൾ നീ പ്രാർത്ഥിച്ചാലൊന്നും അധികം സൗഖ്യമൊന്നും കിട്ടത്തില്ല, കാരണം ഇവരൊക്കെ ദൈവവേലയിൽ നിന്ന് അകന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കുറച്ച് പേരുടെ ഫേസ് എൻ്റെ മുമ്പിൽ കർത്താവ് കാണിച്ചു തന്നുണ്ട്. ചിലവരെയാണെങ്കിൽ 2 പ്രവാചകന്മാരിൽ കൂടുതൽ സുവിശേഷ വേലയുടെ മെസ്സേജ് കൊടുത്തിട്ട് ഇറങ്ങാതിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇറങ്ങുക എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ, ആകർഷണമില്ലാതെ ഇറങ്ങാൻ പറ്റത്തില്ല. നിങ്ങൾ ഒരു കാര്യം നോട്ട് ചെയ്തോ, പിന്നെ ചെയ്യാം എന്ന ഒരു ചിന്തയുമായി ഞാൻ നാളെ ഇപ്പോഴൊന്നും ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആദ്യം കാലങ്ങളിലൊക്കെ ചിന്തിക്കാം, പിന്നെ ചിന്തിക്കാനൊന്നും പാടില്ല. അങ്ങനെ ഇരിക്കുന്നവർ ഒരിക്കലും അവർ വിളിയുള്ളവരല്ല. അവരെ ദൈവം വിളിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് കള്ളത്തരമാണ്. അങ്ങനെയുള്ളവർക്ക് വിളി കിട്ടിയിട്ടില്ല. വെറുതെ നിങ്ങളിനി എന്ത് ദുരുപദേശകരുടെ ക്ലാസ് കേട്ടാലും, ഇനി എന്തൊക്കെ തെറ്റായ പഠനങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇരുന്നാലും ശരി, പക്ഷേ ഫലം ഇതായിരിക്കും, നിങ്ങൾ ഈ അടുത്ത സമയത്തൊന്നും ഇറങ്ങത്തില്ല. അതേസമയം ഇറങ്ങും, അതായത് കർത്താവിൻ്റെ ആകർഷണം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആദ്യം 30 മേനി ഫലം പുറപ്പെടുവിപ്പിക്കുന്ന ആൾക്കാർ ഏതെങ്കിലും വ്യക്തികളുമായി ചേർന്ന് പഠിക്കാൻ ശ്രമിക്കും. ഹല്ലേലൂയ. തുടക്കത്തിലേ ചെന്ന് ആർക്കും ഉടനെ ധ്യാനഗുരു ആവാനോ വലിയ ലീഡർഷിപ്പിലേക്ക് വരാനോ പറ്റത്തില്ല. ആദ്യമൊക്കെ കുറേ നാൾ ഗുരുക്കന്മാരുടെ കീഴിൽ നിന്ന് അവർ പഠിക്കാതെ അവർക്ക് ആകാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ ആയിട്ടുള്ളവരൊക്കെ അലമ്പുണ്ടാക്കി വെച്ചിട്ടുണ്ട്. എബ്രായർ 12:11 ഒന്ന് വായിക്കാം നമുക്ക്. എല്ലാ ശിക്ഷണവും സന്തോഷപ്രദമെന്നതിനേക്കാൾ വേദനാജനകമായി തൽക്കാലത്തേക്ക് തോന്നുന്നു, എന്നാൽ അതിൽ പരിശീലിപ്പിക്കപ്പെട്ടവർക്ക് കാലാന്തരത്തിൽ നീതിയുടെ സമാധാനപൂർവകമായ ഫലം ലഭിക്കുന്നു. അതായത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണേ, ഈ വചനം ഒന്ന് നോട്ട് ചെയ്തു, എല്ലാവരും നോട്ട് ചെയ്തേ. എന്നിട്ട് ഇതൊന്ന് വായിച്ച് നോക്കിയേ, ഒരു വട്ടം നിങ്ങളൊന്ന് റീഡ് ചെയ്ത് നോക്കിയേ. എന്നിട്ട് ഇതിൽ നിന്ന് എന്തെങ്കിലും ഇപ്പോൾ എടുത്ത ക്ലാസ്സുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അതായത് എല്ലാ ശിക്ഷണവും സന്തോഷപ്രദമെന്നതിനേക്കാൾ വേദനാജനകമായി തൽക്കാലത്തേക്ക് തോന്നുന്നു. ഒരു സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുമ്പോൾ ഉള്ള അവസ്ഥയാണത്. എന്നാൽ എന്ന് വെച്ചാൽ സുവിശേഷ വേലയിൽ എല്ലാവരും അംഗീകരിക്കത്തൊന്നുമില്ല. ചിലവർ നമ്മളെ വിമർശിക്കും, ചിലവർ നമ്മളെ കൊള്ളില്ലെന്ന് പറയും, ചിലർ എത്ര നന്മ ചെയ്താലും നമ്മളെങ്ങനെയൊക്കെ നന്മ ചെയ്യാൻ നോക്കിയാലും അതിലെല്ലാം വിമർശനങ്ങൾ പറയുന്നവരുണ്ടാവും. അങ്ങനെ ചിലപ്പോൾ രോഗത്തിൻ്റെ അവസ്ഥയായിരിക്കും, ചിലപ്പോൾ നമ്മൾ പറഞ്ഞു പോയൊരു വാക്കിൽ പിടിച്ചിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും. ഇങ്ങനെ പലതരത്തിൽ ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് സ്നേഹത്തോടെ സമയമെടുത്ത് ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അയാളെ സഹായിക്കുകയൊക്കെ ചെയ്തിട്ട് അയാൾ നിങ്ങളെ വിട്ട് വേറൊരിടത്തേക്ക് പോയി, ഇങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ ചിലവർ നിങ്ങളെ ചതിച്ചിട്ട് പോവുക, ഇങ്ങനെയൊക്കെയുള്ള വേദനകളും കഷ്ടതകളും നിങ്ങൾക്ക് വേദനാജനകമായി തൽക്കാലത്തേക്ക് തോന്നിയാലും, എന്നാൽ അതിൽ പരിശീലിക്കപ്പെട്ടവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ കൂടെ നടന്ന് അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ കൂടെ ശിക്ഷണത്തിൽ നടന്ന് പരിശീലനം ലഭിച്ചവർ, രണ്ടാമത് സഹനത്തിൽ പരിശീലനം ലഭിച്ചവർ, ഇതുപോലെയുള്ള കഷ്ടതകളിൽ പരിശീലനം ലഭിച്ചവർക്ക് കാലാന്തരത്തിൽ നീതിയുടെ സമാധാനപൂർവമായ ഫലം, അവരുടെ അധ്വാനത്തിൻ്റെ ഫലം ആ സമയത്ത് പുറത്തേക്ക് വരും. ഹല്ലേലൂയ. ഇപ്പം നിങ്ങൾ എത്ര ശ്രദ്ധിച്ചാലും ശരി, നമ്മൾ ഒരാളെ ആത്മീയ ജീവിതത്തിലേക്ക് വളർത്തി വലുതാക്കി നമ്മൾ കൊണ്ടുവന്ന് അയാൾ നമ്മളെ ചതിച്ചിട്ട് പോയാൽ അയാൾ ഓടി നടന്ന് എല്ലായിടത്തും പറയുക, ഞാൻ മാനസാന്തരപ്പെട്ടത് ജീസസ് മിഷൻ വഴിയൊന്നുമല്ല, ഞാൻ മാനസാന്തരപ്പെട്ടത് നമ്മുടെ ദാമോദരൻ ബ്രദറിൻ്റെ കീഴിലാണ്,
ഏതാണെന്ന് പുള്ളിക്കും അറിയത്തില്ല, നമുക്കും അറിയത്തില്ല. പക്ഷേ പറയും, കാരണം നമ്മുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് കുറച്ചില്ല. കാരണം നമ്മളുമായിട്ട് പണങ്ങിയല്ലേ പോയത്. ഞാൻ പറഞ്ഞ ഒരാളെ അല്ല, സാധാരണ മൊത്തത്തിൽ പറയുകയാണ്. അങ്ങനെ പറയുക. ഇനിയിപ്പോൾ അപ്പം ഇവിടെ വന്നപ്പോൾ എന്ത് പറഞ്ഞു? ഞാൻ ആദ്യമായി യേശുക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ്, ഇപ്പോൾ ഇത്രയും പേരുടെ റൈസ് കാൻഡ് നമ്മുടെ കയ്യിലുണ്ട്, ഹാൻഡ് റൈസ് ഉണ്ട്. അപ്പോൾ നമ്മൾ യേശുക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞത് ജീസസ് വിഷൻ വഴിയാണ്. നമ്മളുമായിട്ട് പണങ്ങിക്കഴിയുമ്പം പിന്നെ പറയുമോ, ഷിബു ബ്രദർ മഹാപന്നനാണ്, പുള്ളി വഴിയൊന്നുമല്ല ഞാൻ യേശുവിനെ അറിഞ്ഞത്. പുള്ളി കുറച്ച് വചനമൊക്കെ പറഞ്ഞത് അങ്ങനെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അല്ല പുള്ളി പിന്നെ അങ്ങനെയാണ് ഞാൻ യേശുവിനെ അറിഞ്ഞത്. ഞാൻ ദാമോദരൻ അല്ലെങ്കിൽ കുഞ്ചിറിയ ഇങ്ങനെയുള്ള ബ്രദർ വഴി. ഇതൊക്കെ എപ്പോൾ ഉണ്ടായെന്ന് നമുക്ക് പോലും അറിയത്തില്ല. ഹല്ലേലൂയ ഇത് പറയും. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ കഷ്ടപ്പെട്ട് ആത്മീയതയിൽ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നവർ, അവർ നിങ്ങളെ തള്ളി പറഞ്ഞാലും കാലാന്തരത്തിൽ ഇവരെയൊക്കെ യേശുവിനെ അറിയിപ്പിച്ചതിൻ്റെ ലിസ്റ്റ് ദൈവം നിങ്ങൾക്ക് തരും. സ്തോത്ര, ഹല്ലേലൂയ. ദൈവം നിങ്ങൾക്ക് തരത്തോളൂ. അതുകൊണ്ട് അതാ പറഞ്ഞ്, കാലാന്തരത്തിൽ ഇതിനെല്ലാം ഫലം ഉണ്ട്, ഇതിനെല്ലാം അനുഗ്രഹമുണ്ട്. ഇത് നിങ്ങൾ അത് മനസ്സിലാക്കണം. മനുഷ്യൻ എത്ര തള്ളി പറഞ്ഞാലും ദൈവം തള്ളി പറയത്തില്ല. ദൈവത്തിനറിയാം ഒരുവന് വേണ്ടിയിട്ട് ഒരുവൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ദൈവത്തിനറിയാം. എത്രമാത്രം കണ്ണീരൊഴുക്കി, എത്രമാത്രം വിയർപ്പൊഴുക്കി ദൈവത്തിനറിയാം. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. അതുകൊണ്ടാണ് മനുഷ്യനിൽ നിന്ന് നീ അത് ചെയ്തില്ലല്ലോ, നീ നന്ദി കാണിച്ചില്ലല്ലോ ഒന്നും നമ്മൾക്ക് ചോദിക്കാൻ പാടില്ല. നാം കാലാന്തരത്തിലാണ് നമുക്കതിൻ്റെ അനുഗ്രഹം കിട്ടുന്നത്. ഇതാണ് സുവിശേഷ വേലയിൽ. നിങ്ങൾ സുവിശേഷ വേല ചെയ്യുന്നു, നിങ്ങൾ പാട്ട് പാടുന്നു, അല്ലെങ്കിൽ കൊയർ ചെയ്യുന്നു, അല്ലെങ്കിൽ വീട് വിട്ടു കൊടുക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ പ്രേക്ഷിത വേല ചെയ്യുന്നു, ഇതൊക്കെ കാലാന്തരത്തിൽ നിങ്ങൾക്ക് പ്രതിഫലമായി ദൈവം നൽകും. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ വിളി കേട്ട്, നിങ്ങൾ ഇന്ന് വിളി കേട്ടിട്ട് ദൈവത്തിൻ്റെ വിളി നിങ്ങളിലുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നലുണ്ടായിട്ട് നിങ്ങൾ ഇറങ്ങുമെന്നൊരു തീരുമാനമെടുത്താൽ, ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേര് ഒരു തീരുമാനം എടുക്കുക, ഞാൻ ഇറങ്ങും എന്ന് പറഞ്ഞൊരു തീരുമാനം എടുത്താൽ നിങ്ങൾ ഉണ്ടാക്കുന്നത് നീതി തനിയെ വരും. ഇപ്പം ചിലവർ പറയാണ്, പ്രിയ ബ്രദർ, എനിക്ക് ഏതെങ്കിലും ഒരു ലീഡറിൻ്റെ കൂടെ ഞാൻ കുറച്ച് നാൾ നിൽക്കാൻ പോവുകയാണ്, കിട്ടുന്ന സമയം മൊത്തം അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് ആത്മീയ വേല എങ്ങനെയാണ്, ഇത് പഠിച്ചേ പറ്റത്തുള്ളൂ. ഗുരുക്കന്മാരുടെ നിൽക്കാൻ പറയുന്നത് എന്താണെന്നറിയാമോ? ഈ വരുന്ന ജനങ്ങൾ പല സ്വഭാവമുള്ളവരാണ്. അവരെ എങ്ങനെയാണ് ഒരു ഗുരു ഡീല് ചെയ്യുന്നതെന്ന് ശിഷ്യൻ അടുത്ത് നിന്ന് നോക്കി പഠിച്ചില്ലെങ്കിൽ ഇവൻ ഇതൊന്നും അറിയാതെ പോയി ഗ്രൂപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഇവൻ എന്ത് സംഭവിക്കുമെന്ന് അറിയാം. ഇവൻ അവിടെ പ്രശ്നം ഉണ്ടായി, അവസാനം കേസാവും, വഴക്കാവും, കോടതിയിലെത്തും. അതേസമയം ജനങ്ങൾ പല സ്വഭാവത്തിൻ്റെ ആൾക്കാരാണ്. അവരെ ഒരേ കുടക്കീഴിൽ, ക്രിസ്തുവാകുന്ന ഒരേ കുടക്കീഴിൽ കൊണ്ടുവന്ന് അവരെ നിർത്തുന്ന ഒരു രീതി എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഗുരുവിനെ അതറിയത്തുള്ളൂ. അത് കൂടെ നിന്ന് പഠിക്കണം. അതാണ് ഈ 7 കൊല്ലം നിൽക്കാൻ പറയുന്നത്. ഹല്ലേലൂയ. അല്ലാത്തവർക്ക് മിനിസ്ട്രി ഇടാൻ പറ്റത്തില്ല. മിനിസ്ട്രി ഇട്ടാൽ പ്രശ്നമുണ്ടാവും. അതുകൊണ്ടാണ് പല അങ്ങനെ ഗുരുക്കന്മാരുടെ ശിക്ഷണം കിട്ടാത്ത ആൾക്കാർ മിനിസ്ട്രി ഇട്ടവരാണ്. അതെല്ലാം പിന്നീട് ഇഷ്യൂസായി മാറിയത്. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക, ഇവിടെ നമ്മൾ ആദ്യമേ ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ പിന്നെ ആകെ പ്രശ്നമായി എന്ന് വെച്ചോളുക. ആകെ നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നും കിട്ടുന്നില്ല, പ്രസംഗിച്ച ഫെയിലിയർ ആവുക, പിന്നെ സാരോപദേശത്തിന് ഇരുന്നിട്ട് ശരിയാവുന്നില്ല, മൊത്തത്തിൽ അങ്ങ് ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുക എന്നാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ, ഹല്ലേലൂയ, യേശു നിങ്ങൾക്ക് തരുന്ന ഉപദേശം നിങ്ങളൊന്ന് പഠിക്കണം കേട്ടോ. അങ്ങനെ അഭിപ്രായമുള്ളവർ ഈ ഉപദേശം ശ്രദ്ധിക്കണം. ചിലവർ പറയും, എനിക്ക് ഒന്നിനും കഴിവില്ല, ഞാൻ എല്ലാത്തിലും, എനിക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറയും. പക്ഷെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അവർ ഈ ഉപദേശം ഒന്ന് കേൾക്കുമോ? 2 കൊറിന്തോസ് 9:10 വാക്യം നമ്മൾക്കൊന്ന് വായിക്കാം. എല്ലാവരും ബൈബിൾ എടുക്കുക. വിതക്കാരന് വിത്ത് ഭക്ഷിക്കാൻ അപ്പവും കൊടുക്കുന്നവൻ നിങ്ങൾക്ക് വിതയ്ക്കാനുള്ള വിത്ത് തരികയും അതിനെ വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് സമൃദ്ധമാക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഒന്നുകൂടെ വേണ്ടോ? ഈ വചനം എല്ലാവരും ഒന്ന് വായിച്ചു നോട്ട് ചെയ്ത്, ബൈബിൾ എടുത്തോ? ബൈബിൾ എടുത്തവരൊക്കെ ഒന്ന് നോട്ട് ചെയ്ത്. വിതക്കാരന് വിത്തും ഭക്ഷിക്കാൻ അപ്പവും കൊടുക്കുന്നവൻ. അതായത് വിതക്കാരന് വിത്ത് കൊടുക്കുന്നത് ആരാ? നമ്മൾ ഒരാൾ കേട്ടോളുക ദൈവമക്കളെ, നിങ്ങൾക്ക് സുവിശേഷ വേല ചെയ്യാൻ ഒരു വിളി കിട്ടിക്കഴിഞ്ഞാൽ ആ വിളിയുമായി, ബൈബിളുമായി നിങ്ങൾ ജോലിയുടെ ലീവ് എടുത്തിട്ട് നിങ്ങളൊരു സുവിശേഷകൻ്റെ കൂടെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ അറിയുന്നില്ല, നിങ്ങൾക്ക് സുവിശേഷ വേലയ്ക്ക് വേണ്ട സകല വരങ്ങളും നിങ്ങളുടെ ആത്മാവിൻ്റെ മേൽ അപ്പോൾ തന്നെ ദൈവം ഇട്ട് തന്നു. വിതക്കാരന് വിത്ത് ദൈവം തന്നെ കൊടുത്തോളാം. അതിനുവേണ്ടി ഒന്നും ചെയ്യണ്ട. അവിടേക്കാണ് ഈ കൃപയുടെ മേഖലകൾ വരുന്നത്, അവിടേക്കാണ്. പക്ഷെ ഇതൊക്കെ ഓരോ സെക്ഷനായിട്ട് പഠിക്കേണ്ടതാണിത്. മനസ്സിലാവുന്നുണ്ടോ? അവിടെ വിത്ത് ആരാ തരുന്നത്?
ദൈവം തന്നെ നമ്മൾ അങ്ങോട്ട് ചിലവർ പറയും, ബ്രദറെ ഞാനിപ്പോൾ ഈ പുതിയ ശിഷ്യന്മാർ പറയുന്നതാണ്, ഞാൻ ഡയറിയിലൊക്കെ എഴുതിയാണ് പോയത്, പക്ഷേ ഞാൻ സ്റ്റേജിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒഴുക്കാണ്, ആത്മീയ ഒഴുക്ക്, ഞാൻ അറിയാതെ പ്രസംഗിച്ചു പോയി. അത് വിതക്കാരന് വിത്ത് കൊടുത്തതാണ് ദൈവം, വിതക്കാരന് വിത്ത് കൊടുത്തതാണ്. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. വിത്ത് കൊടുത്തത് കാരണം അവൻ എന്തോ സ്നേഹം ദൈവത്തിന് കൊടുത്തിട്ടുണ്ട്. അവൻ അതിനു മുമ്പ് എന്തോ സ്നേഹം കൊടുത്തു. കൊടുക്കൽ വാങ്ങലാണ്, ഇതൊരു ഗീവ് ആൻഡ് ടേക്കിംഗ് ആണ്. നീ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ദൈവം നിന്നെ സ്നേഹിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തെ നീ സ്നേഹിച്ചത് കൊണ്ടാണോ നിനക്ക് കിട്ടിയത്? പിന്നെ ദൈവത്തെ ഉപദ്രവിക്കുന്നവനാണോ കൊടുക്കുന്നത്? ദൈവത്തെ സ്നേഹിച്ചേ പറ്റത്തുള്ളൂ. നമ്മൾ ദൈവത്തെ സ്നേഹിച്ചേ പറ്റത്തുള്ളൂ. ദൈവത്തെ സ്നേഹിക്കുന്നത് ഒരു കടപ്പാടായി സ്നേഹിക്കരുതെന്നേ ഉള്ളൂ. സ്നേഹത്തിൽ നിന്ന് തന്നെ സ്നേഹമുണ്ടാകണം. യേശുവേ ആരാധന. ഇനി ശ്രദ്ധിച്ചോളുക. അപ്പോൾ എന്താണ് ഇവിടെ വചനം ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്തേ. ആ വചനത്തിൻ്റെ അകത്തുണ്ട് കാര്യങ്ങളുണ്ട്, നിങ്ങൾക്കുള്ള ആഹാരം അതിൻ്റെ അകത്തുണ്ട്. ഒന്ന് നോട്ട് ചെയ്ത് നോക്കിയേ. വിതക്കാരന് വിത്തും ഭക്ഷിക്കാൻ അപ്പവും കൊടുക്കുന്നവൻ നിങ്ങൾക്ക് വിതയ്ക്കാനുള്ള വിത്ത് തരികയും വിത്ത് തരികയും അതിനെ വർദ്ധിപ്പിക്കുകയും. അത് നേരത്തെ അനേകം പേരെ പ്രവാചകനാക്കിയ ആളാണ് ഈ ദൈവം. വിതക്കാരന് വിത്തും ഭക്ഷിക്കാൻ അപ്പവും കൊടുക്കുന്നവൻ എന്ന സബ്ജക്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചു. അത് ഒരുപാട് പേരെ സുവിശേഷ വേലയിൽ വമ്പന്മാരാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങൾക്കും വിതയ്ക്കാനുള്ള വിത്ത് തരികയും, അങ്ങനെയാണ് നിങ്ങൾ അതിനെ പഠിക്കേണ്ടത്. നിങ്ങൾക്കും വിതയ്ക്കാനുള്ള വിത്ത് തരികയും അതിനെ വർദ്ധിപ്പിക്കുകയും അവസാനം എന്ത് ചെയ്യും? നിങ്ങളുടെ നീതിയുടെ വിളവ് സമൃദ്ധമാക്കുകയും ചെയ്യും. ഇറങ്ങിയാൽ മതി. ഹല്ലേലൂയ. ഒന്ന് ഇറങ്ങിയാൽ മതി. ഇറങ്ങാത്തതിൻ്റെ പ്രശ്നമാണിത്. ആ വീടിൻ്റെ അകത്ത് ഇരിക്കുന്നതാണ് ഇതിൻ്റെ എല്ലാം പ്രശ്നം. ഇറങ്ങിക്കഴിയുമ്പോഴാണ് ഇതെല്ലാം തനിയെ നമുക്ക് ദൈവം തന്നോളും. ഞാൻ പറഞ്ഞുതരാം. ഒരു ആശാരി പണി അറിയാവുന്ന ഒരാൾ, ആശാരി പണി എന്ന് അറിയാവുന്ന ആൾ, അയാൾ കയ്യും വീശി ഇവിടെ വന്നിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് ഉളിയുണ്ടോ ചുറ്റിയുണ്ടോ ചോദിക്കുമോ? ആരെങ്കിലും ചോദിക്കുമോ? ഇല്ല. എന്താണ്? അവൻ്റെ തന്നെ എന്തുണ്ട്? ആയുധങ്ങളുണ്ട്. അവൻ കൊണ്ടുവരും. അവനറിയാം. അവൻ ആയുധമായിട്ട് വന്നാൽ, അങ്ങനെയാണെങ്കിൽ നമ്മളെ അയക്കുന്നത് നമ്മുടെ അപ്പച്ചനറിയാം ഏതൊക്കെ ആയുധ സുവിശേഷ വിലയ്ക്ക് വേണമെന്നുള്ളത്. ഹല്ലേലൂയ. ഡെലിവറൻസ് വേണോ, രോഗശാന്തി വേണോ, അതൊക്കെ അപ്പച്ചനറിയാം. സ്തോത്ര. ഹല്ലേലൂയ. പ്രവചനം വേണോ, ദർശനം വേണോ, ഇതൊക്കെ തമ്പുരാൻ അറിയാം. നിന്നെ വിടുമ്പോൾ ഇതൊക്കെ തന്നു വിടാൻ തമ്പുരാൻ അറിയാം. അതുകൊണ്ട് ഇത് നേരത്തെ എന്നിലുണ്ടോ, എൻ്റെ പോക്കറ്റിലുണ്ടോ, ഇങ്ങനെ നോക്കുക. രോഗശാന്തി വരെ ഇവിടെ എവിടെയെങ്കിലും ഇരിപ്പുണ്ടോ? ഇതൊക്കെ ഉണ്ടെങ്കിലേ ഞാൻ ഇറങ്ങുന്നുള്ളൂ. എവിടെ? സ്തോത്രം. നോക്കുകയൊന്നും വേണ്ട. ആ നോക്കുന്നത് കാരണമാണ് രോഗശാന്തി നടക്കാത്തത്. ഒന്ന് നോക്കാതെ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ രോഗശാന്തി അത്ഭുതങ്ങൾ നടക്കും. യേശുവേ ആരാധന. ഇപ്പം നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കാം. നമുക്ക് സമയം പോകുന്നുണ്ട്. യോഹന്നാൻ 3:35 പെട്ടെന്ന് എടുത്തൊന്ന് വായിക്കാം. യോഹന്നാൻ 3:35. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, എല്ലാം അവന്റെ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു. അതെ, ഇത് കേട്ടോണേ. ഇവിടെ ഒരു നോട്ട്, നിങ്ങളിത് നോട്ട് ചെയ്യണേ. 35 ഒന്ന് നോട്ട് ചെയ്യണം. പിതാവ് എന്ത് ചെയ്യുന്നത്? സ്നേഹിക്കുന്നു, പുത്രനെ സ്നേഹിക്കുന്നു. ഇനി ആ ഭാഗം പുത്രൻ്റെ അകത്താണ് നിങ്ങൾ ഇരിക്കുന്നത്. ഇനി പിതാവ് നിങ്ങളെ സ്നേഹിക്കുന്നു. അത് കണ്ടോ? ശ്രദ്ധിക്കണേ. പിതാവ് നിങ്ങളെ സ്നേഹിക്കുന്നു, എല്ലാം നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. സ്തോത്ര. ഹല്ലേലൂയ. നോട്ട് ചെയ്തേ. പുത്രനുള്ള അവകാശം നമുക്കുണ്ട്. പുത്രനിലെ അവകാശത്തിൻ്റെ ഭാഗവാക്കുകളാണ് നമ്മൾ. അതിനൊക്കെ തെളിവുകളുണ്ട്, വചനമുണ്ട്. ഒന്നും കൂടെ ശ്രദ്ധിച്ചേ. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു. ആ ഭാഗം പുത്രൻ എന്നുള്ളത് ഞാൻ നാക്കിക്കോ. പിതാവ് എന്നെ സ്നേഹിക്കുന്നു, എല്ലാം എൻ്റെ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. സ്തോത്ര. ആമേൻ. സ്തുതിക്കുന്നു. യേശുവേ ആരാധന. സ്തുതിക്കുന്നു. ഇനി ഒരു വചനം കൂടെ നമുക്ക് എടുക്കാം. ഒരു വചനം കൂടെ. അതായത് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 20-ാമത്തെ വാക്യം. ഇതും കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്യണേ. എന്തെന്നാൽ പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിക്കുകയും ചെയ്യുന്നു. ഇത് തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെന്നേ. പിതാവ് പുത്രനെ സ്നേഹിക്കും. പിതാവ് എന്നെ സ്നേഹിക്കുകയും പിതാവ് ഒരു ഗ്രൂപ്പിൽ ചെയ്യാൻ പോകുന്ന കാര്യം തലേന്ന് പ്രാർത്ഥനയിൽ നമ്മളെ കാണിക്കാറില്ലേ? ഉണ്ടോ? ശ്രദ്ധിച്ചു നോക്ക്.
തലേന്ന് പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ധ്യാനത്തിന് ഇത്ര പേര് വരുന്നുണ്ട്, ഇന്നാൾ മാനസാന്തരപ്പെടുന്ന, ഇന്നാൾക്ക് രോഗശാന്തി, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മളെ കാണിക്കാറുണ്ടല്ലോ തലേന്ന് രാത്രി തന്നെ. സ്തോത്രം, ആമേൻ. കണ്ട, നമുക്ക് ഇതേ ആ പുത്രൻ യേശുവിന് കൊടുത്ത അതേ കാര്യം നമുക്ക് തന്നിരിക്കുവാണ് ദൈവം. ഇതൊന്നും അറിയാതെയാണ് നിങ്ങൾ വീട്ടിൽ കയറിയിരിക്കുന്നത്, അല്ലെങ്കിൽ കലിപ്പേ കൈവച്ചിട്ട് പിന്തിരിഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ ഒരു മകളുടെ സാക്ഷ്യം കണ്ടോ? ഉള്ള സത്യം ഞാൻ ആത്മാർത്ഥമായി പറയാം. ഞാൻ കൊളോസോസിൻ്റെ തിയോളജി പഠിപ്പിക്കുന്ന സമയത്ത് പലപ്പോഴും സമയം കിട്ടാറില്ല. ഞാൻ ചില സമയത്തൊക്കെ ഈ വെയിലത്തുനിന്ന് ഓടി വന്ന് വീടിൻ്റെ അകത്ത് കയറുമ്പോൾ കറക്റ്റ് 4:00 തിയോളജിയുടെ, അതായത് വിദേശ രാജ്യത്തുള്ള തിയോളജി കൊടുക്കേണ്ട ടൈമായി. അപ്പോഴത്തേക്ക് ഈ ചൂടത്ത് അങ്ങോട്ട് കയറി വന്നിട്ട് കുളിമുറി കയറി കുളിക്കാനുള്ള ടൈം കിട്ടത്തില്ല. അപ്പോഴത്തേക്ക് ഇവിടെ തിയോളജിയുടെ ആദ്യത്തെ ചാപ്പൽ സർവീസ് സ്റ്റാർട്ട് ചെയ്തു. ഓടിപ്പോയി മോൻ കഴിയിട്ട് വന്നിരുന്നിട്ടാണ് തിയോളജി പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഭയങ്കര കഷ്ടപ്പാടായിരുന്നു ആ തിയോളജി തീരാൻ. പരീക്ഷ പേപ്പർ തയ്യാറാക്കണം. ചിലപ്പോൾ ഞാൻ ദുബായിലായിരിക്കുന്ന സമയത്തായിരിക്കും, ചിലപ്പോൾ ഹോട്ടലിൽ ഇരുന്നുകൊണ്ടായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നത്. ഒത്തിരി പാടുപെട്ടാണ് അന്നത്തെ സമയത്ത് ഈ കൊളോസോസ് തിയോളജി പഠിപ്പിച്ചത്. നോക്കേ, ഒരു ആത്മാവിനെ തിരിച്ചു കൊണ്ടുവരാൻ ആ കൊളോസോസ് തിയോളജി ഉപകരിച്ചെന്നുള്ളതാണ്. നഷ്ടപ്പെട്ട ഒരു ആത്മാവ് തിരിച്ചു വരാനായിട്ട് ആ തിയോളജി ഉപകരിച്ചെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ആ കഷ്ടപ്പെട്ടതിൽ പ്രയോജനമുണ്ട്. കുറേ പേര് നഷ്ടപ്പെട്ടെങ്കിലും ഒരു ആത്മാവിനെ തിരിച്ചു കൊണ്ടുവരാൻ ഇടയായി. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ സ്തുതി, സ്തുതി. അപ്പൊ നമ്മൾ 5:20 എന്താണ് വായിച്ചത്? 5:20 എല്ലാവരും ഒന്ന് വായിച്ചേ. എന്തെന്നാൽ പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിക്കുകയും ചെയ്യുന്നു. ഇത് അനുഭവപ്പെട്ടവരെല്ലാവരും ഒരു ഹല്ലേലൂയ പറഞ്ഞോ. ഹല്ലേലൂയ. ഇത് അനുഭവപ്പെട്ടിട്ടുണ്ടോ? ദൈവവേലയിൽ ഇത് അനുഭവപ്പെട്ടിട്ടുണ്ടോ? കണ്ടോ, നോക്കിയേ, നിങ്ങളെ സ്നേഹിക്കുന്നു എന്നതിന്റെ അടയാളമാത്. തലേന്ന് രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പിറ്റേന്ന് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ദൈവം ഇതിലെ നിനക്ക് വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഒരു സ്വപ്നത്തിലൂടെയോ അല്ലെങ്കിൽ നീ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കിനാവ് പോലെയോ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു തോന്നിപ്പ് പോലെയോ ദൈവം നിനക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ദൈവം നിന്റെ ശുശ്രൂഷയെ സ്നേഹിക്കുന്നു. ദൈവം നിന്നെയും നിന്റെ ശുശ്രൂഷയും സ്നേഹിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ ആരാധന. അതുകൊണ്ട് സുവിശേഷം പറഞ്ഞ് പ്രയോജനം കിട്ടിയില്ല. അതുകൊണ്ട് എന്ത് പ്രയോജനമൊക്കെ എന്ന് കിട്ടുന്നു ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുവാണ്. ശ്രദ്ധിച്ചോളുക. ഒരിക്കൽ കൂടി പ്രാർത്ഥനയ്ക്ക് ഇറങ്ങുക, പ്രേക്ഷിത വേല ചെയ്യുക, ഗായക സംഘം, എന്തെങ്കിലും സുവിശേഷവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കൊച്ചു കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞും കൂടെ ഈ വചനം വായിച്ചോളൂ. ഈ ഗ്രൂപ്പിൽ സുവിശേഷ വേലയുമായി നിൽക്കുന്ന ഒരു കൊച്ചു കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞും കൂടെ ഈ വചനം വായിച്ചോളുക. ദേവാലയത്തിൽ നിന്നും മറ്റൊരു ദൂതൻ പുറത്തു വന്ന് മേഘത്തിന്മേൽ ഇരിക്കുന്നവനോട് ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, അരിവാളെടുത്ത് കൊയ്യുക, കൊയ്ത്തിന് കാലമായി, ഭൂമിയിലെ വിളവ് പാകമായി കഴിഞ്ഞു. പാകമായി. ലാസ്റ്റ് ആ വിളവിൻ്റെ 2000 വർഷത്തിന് മുമ്പോൾ തുടങ്ങിയതാണ്. അപ്പോൾ ചിലവർ ഇങ്ങനെ പറയും 2000 വർഷത്തിന് മുമ്പ് തുടങ്ങിയതല്ലേ, അത് അന്നത്തേക്കുള്ളതൊന്നുമല്ല. കാലത്തിൻ്റെ അവസാനം വരെയും കൊയ്ത്തിൻ്റെ വചനം തന്നെ ഉണ്ട്, യാതൊരു സംശയമൊന്നും ഇല്ല. അപ്പൊ എന്താണെന്ന് പറഞ്ഞാൽ വെളിപാട് 14:15 എന്താ പറയുന്നത്? ദേവാലയത്തിൽ നിന്നും മറ്റൊരു ദൂതൻ പുറത്തു വന്നു, മേഘത്തിന്മേൽ ഇരിക്കുന്നവനോട് ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, അരിവാളെടുത്ത് കൊയ്യുക, കൊയ്ത്തിന് കാലമായി, ഭൂമിയിലെ വിളവ് പാകമായി കഴിഞ്ഞു. ഭൂമിയിലെ വിളവ് പാകമായിരിക്കുന്നു. ഹല്ലേലൂയ. അവസാന കാലത്ത് നീ വിളവ് വെച്ചതും എല്ലാം കൂടെ കൊയ്തെടുക്കാൻ, ശേഖരിക്കാൻ ഒരു ദൂതനെ അയക്കും. നിന്റെ കൊയറിൽ മാനസാന്തരപ്പെട്ടവർ നീ പാടി ആരാധിച്ചപ്പോൾ സ്തോത്രം നിന്നോട് ചേർന്ന് അതുവരെ ഒരു ശ്രദ്ധയുമില്ലാതിരുന്നവൻ അപ്പോൾ നിന്റെ പാട്ട് കേട്ടിട്ട് ദൈവമേ എന്നൊന്ന് വിളിക്കാനിടയായാൽ ആ ഫലവും കൂടെ നിനക്ക് വേണ്ടി കൊയ്യാൻ ദൈവം ഇറങ്ങാം. ഹല്ലേലൂയ. അതുകൊണ്ട് ആരാധിക്കുന്നവൻ ആത്മാവിൽ ആരാധിക്കട്ടെ. ആരാധിക്കുന്നവൻ ഒരു ഉത്തരവാദിത്വം ഉണ്ടെന്ന് മനസ്സിലാക്കി ആരാധിക്കട്ടെ. സ്തുതിക്കുന്നവൻ ഒരു ഉത്തരവാദിത്വം ഉണ്ടെന്ന് മനസ്സിലാക്കി സ്തുതിക്കട്ടെ. ധ്യാനം നടത്താൻ വേണ്ടി ദൈവം സ്നേഹത്തോടെ നിന്നെ വിളിച്ച് നിന്നെ ആ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു കൊയ്ത്തുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ഇറങ്ങേണ്ടതാണ്. ഹല്ലേലൂയ. അവസാന കാലത്ത് അതിനൊരു കൊയ്ത്തുണ്ട്. അവസാന കാലത്ത് നീതിയുടെ ഫലം സ്വീകരിക്കുന്ന ഒരു കാലമുണ്ട്. ആ കാലത്ത് ദൈവം നിന്റെ പേരോർക്കും. ആമേൻ. സ്തുതിച്ച് പ്രാർത്ഥിക്ക. ശബ്ദമുയർത്തി എത്ര പേർ സ്തുതിക്കുന്നു? യേശുവിന്റെ നാമത്തിൽ
നാമത്തില്. ഹല്ലേലൂയ. ഇനി സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയിട്ടുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുക. സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയിട്ടുള്ളവർക്ക് നിങ്ങൾ അത്ഭുതപ്പെടുന്ന തരത്തിൽ ചില ആത്മാക്കൾ നിങ്ങളുടെ ശരീരത്തിലുണ്ട്. ഏതെങ്കിലും സുവിശേഷ വേല ചെയ്യുന്നവർ ശ്രദ്ധിക്കുക, നിങ്ങളറിയാതെ ദൈവം അയക്കുന്ന ചില ആത്മാക്കൾ നിങ്ങളറിയാതെ നിങ്ങളുടെ ശരീരത്തിലുണ്ട്. ഞാനിത് ദൈവം ഒരുപാട് പ്രാവശ്യം നിർബന്ധിച്ചതിന് ശേഷമാണ് ഞാൻ ഈ വചനം നിങ്ങളടുത്ത് ഈ പറയുന്ന കാര്യങ്ങൾ പറയുന്നത്. അതിൽ 6 കൂട്ടം ഒരു ആത്മാക്കളെക്കുറിച്ചാണ് നിങ്ങളെ ഇപ്പോൾ പറയാൻ പോകുന്നത്. ഇത് ശ്രദ്ധിക്കണം, ഇത് നിങ്ങളിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഈ 6 കൂട്ടം ആത്മാക്കളും ഒരാളിൽ പ്രവർത്തിക്കാൻ ചിലപ്പോൾ ഒന്നായിരിക്കും, ചിലപ്പോൾ 2 ആയിരിക്കും, പറയാൻ പറ്റത്തില്ല. ഒന്നാമത്തെ ആത്മാവ്, അതായത് ഇതൊക്കെ നിത്യജീവൻ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ആത്മാവാണ് ഇതെല്ലാം. യോഹന്നാൻ 4:36 കൂടെ വായിച്ചിട്ട് ഈ 6 കൂട്ടം ആത്മാവ് ഏതാണെന്ന് പഠിക്കാം. അതായത് ഈ സുവിശേഷ വേല ചെയ്യുന്നവരിൽ 6 കൂട്ടം ആത്മാവുണ്ട്. അതിൽ യോഹന്നാൻ 4:36 ഒന്ന് വായിച്ചിട്ടാണ് നമ്മൾ 6 കൂട്ടം ആത്മാക്കളെ പഠിക്കാനായിട്ട് പോകുന്നത്. കൊയ്യുന്നവന് കൂലി കിട്ടുകയും അവൻ നിത്യജീവിതത്തിലേക്ക് ഫലം ശേഖരിക്കുകയും ചെയ്യുന്നു. കൊയ്യുന്നവന് കൂലി കിട്ടുകയും, കണ്ടോ, ഇത് ശ്രദ്ധിച്ചോളണേ. കൊയ്യുന്നവന് കൂലി കിട്ടുകയും അവൻ നിത്യജീവിതത്തിലേക്ക് ഫലം ശേഖരിക്കുകയും ചെയ്യുന്നു. നേരത്തെ ഒരു കൊയ്ത്തിന്റെ കാര്യം നമ്മൾ കേട്ടായിരുന്നല്ലോ. നേരത്തെ നിൻ്റെ കൊയ്ത്തിന് അവസാന കാലത്ത് കൊയ്ത്തുണ്ടാവും എന്നുള്ളത് കേട്ടല്ലോ. ഞാനതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യേശുവിൻ്റെ അതിശക്തമായ തിരുവചനവും കൂടെ എടുത്തിരിക്കുന്നത്. കൊയ്യുന്നവന് കൂലി കിട്ടും, മനസ്സിലാവുന്നുണ്ടോ? കൊയ്യുന്നവന്. അതുകൊണ്ട് ഈ പാസ്റ്റർമാരെല്ലാം ഉയരുന്നതിൻ്റെ കാരണം കണ്ണ് കടിച്ചിട്ട് കാര്യമൊന്നുമില്ല, അവന് കൂലി കിട്ടുന്നുണ്ട്. അതാണ് കാര്യം. അതാ അവൻ ചിലപ്പോൾ ഇനിയും വീട് വെക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ എല്ലാവരും പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഇനി ഭൂമിയിൽ ഉണ്ടാക്കണം എന്നുള്ള ചിന്ത വളരെ കുറവാണ്. ഞങ്ങൾക്ക് ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇതാണ്, ഉണ്ടായിടത്തോളം മതി. പക്ഷെ അതല്ല ദൈവത്തിൻ്റെ ഒരു രീതി പറയുന്നതെന്ന് പറഞ്ഞാൽ അവന് കൊടുത്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ ആ മകൾ സാക്ഷ്യം പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ചായിരുന്നോ, യേശുവിൻ്റെ കൂടെ ആയിരുന്നപ്പോൾ ഞങ്ങൾക്കെല്ലാം ലഭിച്ചുകൊണ്ടിരുന്നതാണ്. യേശുവിൽ നിന്ന് അകന്നു പോയപ്പോൾ ക്രോധമാണ് ഇറങ്ങി വന്നത്. അത് സത്യം കേട്ടോ, അത് ഞങ്ങൾക്കെല്ലാം അനുഭവം ഉള്ളതാണ്. ആ പറഞ്ഞത് സത്യം തന്നെയാണ്. യേശുവിൽ നിന്ന് അകലുന്ന സമയത്ത് മൊത്തം നെഗറ്റീവായിരിക്കും, എല്ലാം നാശമായിരിക്കും. അത് പലപ്പോഴും അത് എനിക്കും അനുഭവപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ആ വചനം ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. ആ വചനം വായിച്ചിട്ട് നമുക്ക് 6 കൂട്ടം ആത്മാക്കൾ ഏതാ, അത് നമ്മളിൽ ഉണ്ടോ എന്ന് നോക്കാം. അത് വളരെ നിങ്ങളത് അത്യാവശ്യം മനസ്സിലാക്കേണ്ടതാണ്. യോഹന്നാൻ 4:36 വായിച്ചോ. കൊയ്യുന്നവന് കൂലി കിട്ടുകയും അവൻ നിത്യജീവിതത്തിലേക്ക് ഫലം ശേഖരിക്കുകയും ചെയ്യുന്നു. നിത്യജീവിതത്തിലേക്ക് ഫലം ശേഖരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒപ്പം സന്തോഷിക്കും. ഇത് കണ്ടോ, കൊയ്യുന്നവന് കൂലി കിട്ടുകയും അവൻ നിത്യജീവിതത്തിലേക്ക് ഫലം ശേഖരിക്കുകയും ചെയ്യുന്നു. അവൻ്റെ ആത്മാവ് രക്ഷപ്പെട്ടു, കൊയ്യുന്നവൻ്റെ. അതുകൊണ്ട് കൊയറിനിറങ്ങുന്നവർ, പ്രേക്ഷിത വേല, കിച്ചണിൽ ജോലി ചെയ്യുന്നവർ ശ്രദ്ധിക്കുന്നുണ്ടോ? ഒരു ഗ്ലാസ് വെള്ളം ദൈവവചനം വരുന്നവർക്ക് എടുത്തു കൊടുക്കാൻ പ്രേക്ഷിത വേല ചെയ്യുന്നവർ. ഹല്ലേലൂയ. കൊയ്യുന്നവന് കൂലി കിട്ടുകയും അവൻ നിത്യജീവിതത്തിലേക്ക് ഫലം ശേഖരിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. അങ്ങനെ വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒപ്പം സന്തോഷിക്കുന്നു. ഹല്ലേലൂയ. അതായത് ചെറിയ വേല ചെയ്താൽ മതി. കണ്ട എന്ത് വേല നിങ്ങൾ അറിഞ്ഞോ? നിങ്ങളെ ദൈവം ഈ വേലയ്ക്ക് വേണ്ടി ദൈവമാണ് വിളിച്ച്. ഇങ്ങനെ ഒരു മനസ്സ് നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? നിങ്ങൾക്ക് പ്രേക്ഷിത വേല ചെയ്യാനുള്ള മനസ്സ് എങ്ങനെ കിട്ടി? ഹല്ലേലൂയ. ഞാൻ ധ്യാനം കഴിഞ്ഞ് മൂവാറ്റുപുഴയിൽ ധ്യാനം കഴിഞ്ഞ് വരുമ്പോൾ പലപ്പോഴും എൻ്റെ മനസ്സ്, ഞാൻ തളർന്ന് ഈ അങ്കമാലി വീട്ടിൽ വന്നിരിക്കും. തളർന്ന് വന്നിട്ട് ഒരു ഇരിപ്പുണ്ട്. പിന്നെ നമ്മൾ 2 ദിവസത്തേക്ക് കൊള്ളില്ല, കാരണം നമുക്ക് നല്ലപോലെ തളർന്നു പോകും. അതെന്തുകൊണ്ടെന്ന് ചിലവർ പറയും, ദൈവവേല ചെയ്താൽ തളരുന്നത് ബന്ധനമാണെന്ന് പറയും. ഇങ്ങനെയുള്ള കൾട്ട് ഉപദേശത്തിലൊന്നും പെട്ടുപോരുത്. കാരണം നിങ്ങൾ യന്ത്രനല്ല കേട്ടോ, യന്ത്രൻ എന്ന് പറഞ്ഞാൽ റോബോട്ടല്ല നിങ്ങൾ. ഹല്ലേലൂയ. വയലിൽ ജോലി ചെയ്താൽ അവൻ തളരണം. ഏതിലാണ് നമ്മൾ തളർന്ന് അവശനായി കിടക്കേണ്ടത്? ഏതിലാണ്? വയലിൽ ജോലി ചെയ്ത് തളർന്ന് കിടക്കണം.
വിയർപ്പൊഴുക്കേണ്ടത് ഏതിലാണ്? വയലിൽ ജോലി ചെയ്ത് വിയർപ്പൊഴുക്കണം. സ്തുതിക്കാൻ നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ആരാധന ജീവിക്കുന്ന ദൈവമേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്റ്റേജിൽ നിന്ന് അങ്ങനെ 3 ദിവസം നിൽക്കുന്നു. രാത്രിയിൽ ഉറക്കമുളച്ചുള്ള പ്രാർത്ഥന. അങ്ങനെ 3-ാം ദിവസം 72 മണിക്കൂർ ജനങ്ങളെ തലയിൽ അത്രയും പേരെയും തലയിൽ കൈവച്ച് ഡെലിവറൻസ് ഒക്കെ ചെയ്തു കഴിയുമ്പോൾ ഒരു സാധാരണ മനുഷ്യൻ തളർന്ന് തരിപ്പണമാകും. അത് ക്രിസ്തുവിന് വേണ്ടിയിട്ടാണ്. ആ വിയർപ്പ് മൊത്തം ഒഴുകുന്നത് ഈ സുവിശേഷത്തിന് വേണ്ടിയിട്ടാണ്. അതിന് പ്രതിഫലമുണ്ടെന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ? അങ്ങനെ തളർന്നു വന്ന് വീട്ടിൽ വന്ന് കിടക്കുമ്പോൾ ഞാൻ കാണാം അവിടെ നമ്മൾ പറയാതിരിക്കാൻ അത് മനോഹരമല്ല, കർത്താവ് അവർക്ക് ഇത് കൊടുക്കട്ടെ. അപ്പോൾ കാണാം നമ്മുടെ ഈ വണ്ടിയിൽ ഈ നമ്മുടെ യൂത്ത് പിള്ളേരെല്ലാം കൂടെ ആ സാധനം എല്ലാം കൂടെ എടുത്ത് ചുമന്ന് അവർ കൊണ്ടുവന്ന് അടുക്കി പറക്കുന്ന ഒരു വേല. ഇപ്പം ഞാൻ സ്റ്റേജിൽ തളർന്ന് സുവിശേഷ വേല ചെയ്യുമ്പോൾ ഇവർ പുറത്ത് നിന്നുകൊണ്ട് ആ ബാനറും അതെല്ലാം അഴിച്ച് വണ്ടി കയറ്റി തളർന്ന് അവരും കൊണ്ടുവന്നിട്ട് ആ ഗോഡമണിയിൽ കൊണ്ട് അതെല്ലാം വെച്ച് അടുക്കി പറക്കി വെക്കുമ്പോൾ അവരും സുവിശേഷ വേലയുടെ ആത്മാക്കൾക്ക് വേണ്ടി അവരും കഷ്ടപ്പെടുക. അപ്പം ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കും, കർത്താവേ ഈ മക്കൾ കഷ്ടപ്പെടുന്നു, ഇവരെല്ലാം അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ജനത്തിന് വേണ്ടിയിട്ടാണ്, ആത്മാക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ കഷ്ടപ്പാട്. അപ്പോൾ ഈ കഷ്ടപ്പാടുകൾക്കെല്ലാം കൊയ്തവനും വിതച്ചവനും എല്ലാവനും ഈ അന്ത്യനാളിൽ കൂലിയുണ്ട്. ഇതൊക്കെ നമ്മൾ മരിച്ചു ചെല്ലുമ്പോൾ നമ്മുടെ ആത്മാവിന് ഇതെല്ലാം ബോണസായി കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് യേശു പറയുന്നുണ്ട്, നിക്ഷേപം സ്വർഗത്തിൽ കൂട്ടാൻ പറയുന്നുണ്ട്. നിക്ഷേപം സ്വർഗത്തിൽ കൂട്ടിയാൽ പാപക്ഷമ കുറയും. ഹല്ലേലൂയ. പല പാപത്തിൻ്റെ കടം കുറയും, ക്ഷമ കൂടുകയും ചെയ്യും. അതുകൊണ്ട് ഞാനിനി 3 ശ്രദ്ധിക്കുക, 6 ആത്മാക്കളെക്കുറിച്ച് നിങ്ങൾ പഠിക്കാൻ പോവുകയാണ്. സുവിശേഷ വേല ചെയ്യുന്നവർ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ കേട്ടുകൊള്ളുക. 1, ദൈവത്തിൽ നിന്ന് വാങ്ങി ജനത്തിന് കൊടുക്കുന്ന കൃപ ഉള്ള വ്യക്തിയായിരിക്കും ഒരാൾ. അങ്ങനെ ഒരു ആത്മാവായിരിക്കും. ദൈവത്തിൽ നിന്ന് വാങ്ങിക്കുക. എന്താണ് വാങ്ങിക്കുന്നത്? പ്രവചനങ്ങൾ അല്ലെങ്കിൽ പ്രവചന ദർശനമോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ദൈവം ഇന്ന കാര്യങ്ങൾ എനിക്ക് അവിടെ ചെയ്യാൻ ആഗ്രഹമുണ്ട്, നീ അത് ചെയ്യണം, ഇങ്ങനെ അത്. അപ്പോൾ ആ ദൈവം പറയുന്ന ദൈവത്തിൻ്റെ ആഗ്രഹം ഈ പ്രവാചകൻ ക്യാച്ച് ചെയ്യുക. തലേന്ന് രാത്രി ചെയ്യുന്നുണ്ട്, ക്യാച്ച് ചെയ്തിട്ട് പിറ്റേന്ന് കൊണ്ട് കൊടുക്കുകയാണ്, ജനത്തിന് കൊടുക്കുക. അതൊരു കൃപാവരമാണ്. രണ്ടാമത്തത്, ദൈവജനത്തെ മാനസാന്തരത്തിൽ പരിപോഷിപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. പുള്ളി അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ കരയാത്തവരും കരയും, മാറത്തടിച്ച് നിലവിളിക്കും. അങ്ങനെയുള്ള വൻ പ്രവാചകന്മാരുണ്ടായിരുന്നു, ദൈവദാസന്മാരുണ്ടായിരുന്നു. ഇവരെ കൊണ്ട് കയറി കഴിഞ്ഞാൽ മാനസാന്തരമാണ്. ഭയങ്കര മാനസാന്തരം കൊണ്ടേ അവർ പിന്നെ അവിടുന്ന് മാറത്തുള്ളൂ. അതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത്, രാജ്യങ്ങൾക്ക് അനുകൂലമായും പ്രതികൂലമായും പ്രവചനം നടത്തുന്ന ശുശ്രൂഷയാണ് മൂന്നാമത്തത്. ഹല്ലേലൂയ. ഭയങ്കര എരിവുള്ള വ്യക്തികളായിരിക്കും. ദൈവം എന്ന് കേട്ടാൽ എരിവ, രാവും പകലും കിടന്ന് കഷ്ടപ്പെടും ദൈവത്തിന് വേണ്ടിയിട്ട്. നാലാമത്തത്, ധൈര്യത്തിൻ്റെ ആത്മാവിൽ സുവിശേഷം ചെയ്യുക. ധൈര്യത്തിൻ്റെ ആത്മാവാണ്. സുവിശേഷ വേലയിൽ ഒട്ടും പുറകോട്ട് പോകത്തില്ല, എന്തും ധൈര്യത്തോടു കൂടി ചെയ്യും. മറഞ്ഞിരിക്കുകയോ ഒളിച്ചിരിക്കുന്ന പരിപാടിയൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു സുവിശേഷ വേലക്കാരായിരിക്കും. അഞ്ചാമത്തത്, സഭയ്ക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ അടയാള സഹിതം ദൈവം പറഞ്ഞു കൊടുക്കുകയും അത് ഈ ദൈവദാസൻ സഭയിൽ ചെയ്യുകയും ചെയ്യും. ഇതാണ്. ഇനി ആറാമത്തത്, എടുക്കപ്പെടുന്ന ശക്തി. അത്രയും ഭക്തിയുള്ള ആളായിരിക്കും. എന്ന് പറഞ്ഞാൽ മരണം കാണാതെ ഉടലോടെ എടുക്കപ്പെടുന്ന അവസ്ഥയിൽ ജീവിക്കുന്ന ശക്തിയേറിയ വരപ്രാപ്തരായിരിക്കും. ഈ 6 കൂട്ടവും 6 ആത്മാക്കളാണ്. ഈ 6 ആത്മാക്കളും നൂറ്റാണ്ടുകൾ മുതലേ ഭൂമിയിലുള്ളതാണ്. നൂറ്റാണ്ടുകൾ മുതലേ ഭൂമിയിലെ പല മനുഷ്യരിലും ഈ ആത്മാക്കൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ ആത്മാവ് ഈ നൂറ്റാണ്ടിലും മനുഷ്യരിൽ പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് പ്രവർത്തിച്ചിട്ടുള്ള രീതിയാണ് ഇനി പറയാൻ പോകുന്നത്. ഇനി ശ്രദ്ധിക്കണേ, ഇനി പ്രവർത്തിച്ചിട്ടുള്ള രീതി. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇത് ശ്രദ്ധിക്കണേ. ഈ ക്ലാസ് തീരാൻ സമയമായി, നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ.
ഒന്നാമത്തത്, ദൈവത്തിൽ നിന്ന് വാങ്ങി ജനത്തിന് കൊടുക്കുന്ന ആത്മാവിൻ്റെ രീതി നിങ്ങൾ മോശയെ പഠിച്ചാൽ മതി. മോശ ദൈവത്തിൽ നിന്ന് 10 കൽപ്പന വാങ്ങി കൊടുത്തില്ലേ ജനത്തിന്? ദൈവത്തിൽ നിന്ന് മന്ന ഇറക്കി കൊടുത്തില്ലേ? ദൈവത്തിൽ നിന്ന് കാടപ്പക്ഷി ഇറക്കി കൊടുത്തില്ലേ? ദൈവത്തിൽ നിന്ന് മഹാമാരി എന്താണെന്ന് കാണിച്ചു കൊടുത്തില്ലേ? അത്രയും പവറുള്ള ഒരു ആത്മാവ്, ഹല്ലേലൂയ, ഇന്നും പല മനുഷ്യരിലും ഉണ്ട്. അതൊരു ആത്മാവ്. അത് മോശയുടെ സ്വഭാവമല്ല, അതൊരു ആത്മാവാണ്. ദൈവത്തിൽ നിന്ന് ഇറങ്ങി ഭൂമിയിൽ വന്ന ഒരു ആത്മാവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്, ദൈവജനത്തെ മാനസാന്തരത്തിൽ പരിപോഷിപ്പിക്കുന്ന ആത്മാവ്. ആ ആത്മാവാണ് ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെടുന്നത്. കാരണം പലരെയും ശത്രുക്കളാക്കുന്നത് ആ ആത്മാവാണ്. മാനസാന്തരത്തിന് വേണ്ടി പ്രസംഗിക്കപ്പെടുന്നവർ, തെറ്റുതിരുത്തുന്നവർ, ഇപ്പം ഏതെങ്കിലും ഒരു തെറ്റായ ഒരു കാര്യം കാണുമ്പോൾ അത് വിമർശിക്കും. മാനസാന്തരത്തിൻ്റെ ആത്മാവുള്ളവർ അത് നീ ചെയ്യുന്ന തെറ്റാണ്, നീ അത് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് പറയും. അപ്പം അവർ ശത്രുവായി മാറും. അപ്പം മാനസാന്തരത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് സ്നാപകയോഹന്നാനിൽ പ്രവർത്തിച്ചതൊക്കെ ആ ആത്മാവാണ്. അതുകൊണ്ട് ഹേരോദോസിൻ്റെ അടുത്തൊക്കെ ചെന്നിട്ട് കിടന്ന് ശക്തമായിട്ട് കിടന്ന് പറഞ്ഞത്, ഒരു ഭയങ്കര ധൈര്യം കാണിച്ചു. അങ്ങനെ മരണം വരെ വഹിക്കേണ്ട വന്നു. പലരുടെയും പരിസയന്മാരുടെയും സദുക്യരുടെയൊക്കെ ശത്രുവായിരുന്നു ഈ സ്നാപകയോഹന്നാൻ. പലരുടെയും. കാരണം അവരുടെയൊക്കെ മുഖത്ത് നോക്കി നിൻ്റെ മേൽ കോടാലി വീണു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയണമെങ്കിൽ അത് അത്രയും ശക്തിയേറിയ ആത്മാവ് അദ്ദേഹത്തിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. സ്തോത്ര, ഹല്ലേലൂയ. മൂന്നാമത്തത്, രാജ്യങ്ങൾക്ക് അനുകൂലമായി പ്രതികൂലമായി പ്രവചനം. അത് ഏലിയാവ്, ഏലീഷ, ഇവരൊക്കെ ആ ആത്മാവ് സ്വീകരിച്ച ആൾക്കാരായിരുന്നു. ഇവരെല്ലാം അത്രയും പവറായിരുന്നു. ഏലീഷയുടെ മേലുണ്ടായിരുന്ന ഈ ശക്തി ഏലിയയുടെ മേലുണ്ടായിരുന്ന ശക്തി തന്നെയാണ് എലീഷയിലും കടന്നു വന്നത്. ഇവരൊക്കെ രാജാക്കന്മാരുടെ മുഖത്ത് നോക്കി പ്രവചനം നടത്തുന്നവരായിരുന്നു ദൈവത്തിന് വേണ്ടിയിട്ട്. ഹല്ലേലൂയ. ധൈര്യത്തിൻ്റെ ആത്മാവിൽ സുവിശേഷം പത്രോസ്, പൗലോസിനെ എടുത്താൽ മതി. ഇവരൊക്കെ ഏത് ജനത്തിൻ്റെ മുമ്പിൽ ചാടി വീണ് യേശുവാണ് രക്ഷകൻ, അവൻ്റെ നാമം വിളിച്ചില്ലെങ്കിൽ നീ ഗുണം പിടിക്കത്തില്ല, നിനക്ക് രക്ഷ കിട്ടത്തില്ലെന്ന് ധൈര്യത്തോടെ പറയുന്ന ഒരു ശക്തി ഇവരിലുണ്ടായിരുന്നു. ഹല്ലേലൂയ, സ്തോത്ര. സഭയ്ക്ക് വരാൻ പോകുന്ന അടയാളങ്ങൾ സഹിതം വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു വരപ്രാപ്തരായിരുന്നു യെശയ്യാ, ജെറമിയ, എസെക്കിയേലൊക്കെ. ഇവരൊക്കെ ഇസ്രായേലിന് വരാൻ പോകുന്ന നാശങ്ങളും നേട്ടങ്ങളൊക്കെ വളരെ ശക്തമായി പ്രവചിച്ചതാണ് ഇവരെല്ലാം. ഇസ്രായേലിനൊരു രക്ഷകൻ വരുമെന്ന് യെശയ്യാ പറഞ്ഞു, ജെറമിയ പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഒരു ആത്മാവിൻ്റെ പ്രവർത്തനമായിരുന്നു അവരിലുണ്ടായിരുന്നത്. ഹല്ലേലൂയ. എടുക്കപ്പെടുന്ന ശക്തി, ഹനോക്ക്, ഏലിയ, മോശ, ഇവരുടെയൊക്കെ മേളിൽ ഉണ്ടായിരുന്നത് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന ഒരു ശക്തിയുടെ ആത്മാവായിരുന്നു. ഈ ആത്മാക്കൾ ഇന്ന് ഭൂമിയിലുണ്ട്. ഹല്ലേലൂയ. ഇത് ചില സുവിശേഷകരിൽ ഇത് പ്രകടമാകുന്നുണ്ട്, ചില സുവിശേഷകരിൽ ഇത് കത്തുന്നുണ്ട്. അവര് സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമുക്കറിയാം ഇത് ഈ ആത്മാവ് ഏലിയായിൽ പ്രവർത്തിച്ച ആത്മാവാ, ഈ ആത്മാവ് മോശയിൽ പ്രവർത്തിച്ചതാ, ഈ ആത്മാവ് സ്നാപകയോഹന്നാനിൽ പ്രവർത്തിച്ചതാ, ഈ ആത്മാവ് പത്രോസിൽ പ്രവർത്തിച്ചതാ, ഈ ആത്മാവ് പൗലോസിൽ പ്രവർത്തിച്ചതാ എന്ന് പറയുന്ന തരത്തിൽ ഈ ആത്മാക്കൾ വിളിക്കപ്പെട്ടിറങ്ങുന്നവരുടെ മേലുണ്ട് ഇപ്പോഴും. സ്തോത്ര, ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ. ഇനി നമ്മൾ ഇത് പഠിക്കുമ്പോൾ വിളിക്കാത്തത് ആരൊക്കെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇത് പഠിക്കുമ്പോൾ വിളിക്കാത്തതെന്ന് പറയുന്നത് ഭൗതിക കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് അവരെ തഴഞ്ഞു കളയുന്നത്. ഒന്ന്, ഒരു കാര്യം ആലോചിച്ച് ഉറപ്പിക്കുക. ഭൗതിക കാര്യങ്ങളിൽ ജീവിക്കുന്നവരെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടോ എന്ന് നിങ്ങൾ നോട്ട് ചെയ്യണം. ഒരു കാര്യം ആലോചിച്ച്, ഭൗതികം ഏത് കാര്യം, ജോലി ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് തലേന്ന് ഉറപ്പിക്കും, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ ആലോചിച്ച് ഉറപ്പിക്കും. പക്ഷേ ആ ആലോചന അവിടം വരെ ഉള്ളൂ. പിന്നീട് തോന്നുന്ന കണക്ക് നിങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ നടത്തും. ഇങ്ങനെയുള്ളൊരു സ്വഭാവക്കാരാണോ? ഈ സ്വഭാവക്കാരെ ഒരിക്കലും ആത്മീയ ജീവിതത്തിൽ എടുക്കത്തില്ല. ആത്മീയ ജീവിതത്തിൽ ഇത് പറ്റത്തില്ല. ആത്മീയ ജീവിതത്തിൽ ഒരു കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ മരിക്കേണ്ടി വന്നാലും അത് നടത്തിയേ മാറത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും മെയിൻ പ്രശ്നം. അതാണ് ഒരു കാര്യം ആലോചിച്ച്, ഇപ്പോൾ ആരെങ്കിലുമായിട്ടൊക്കെ ആലോചിച്ചിട്ട്, ഭൗതിക കാര്യമാണ് ഞാൻ പറയുന്നത്, ആത്മീയ കാര്യമല്ലേ. ഭൗതിക കാര്യത്തിൽ നിങ്ങളുടെ ജോലി ആയിക്കോട്ടെ, നിങ്ങളുടെ വീടായിക്കോട്ടെ, നിങ്ങളുടെ കുടുംബം ആയിക്കോട്ടെ, എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ ആലോചിച്ച് ഒരു നല്ലൊരു തീരുമാനം എടുക്കും. പക്ഷെ അത് ഉറച്ചു നിൽക്കത്തില്ല. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ നിങ്ങളുടെ സ്വഭാവം മാറും. നിങ്ങൾ ഉറപ്പായി ഞാൻ പറയുന്നു, അങ്ങനെയുള്ള ആരെങ്കിലും ദൈവവിളിയിൽ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് പറയാൻ, നിങ്ങൾ അധികം നാൾ നിൽക്കത്തില്ല ഇതിൽ. കാരണം ഇതിൽ നിങ്ങളുടെ ഈ സ്വഭാവമായിട്ട് ചേർന്ന് പോകുന്നതല്ല ഈ ഫീൽഡ്. അതുകൊണ്ടാണ് നിങ്ങൾ തള്ളപ്പെട്ടു പോകുന്നത്. യേശുവേ ആരാധന, യേശുവേ ആരാധന.
ഇനി രണ്ടാമത്, തീക്ഷ്ണതയോടെ നിങ്ങൾ ഓരോ കാര്യങ്ങളങ്ങ് ഏൽക്കും. ഇത് ഞാൻ ചെയ്യും, ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് വന്നിട്ട് അങ്ങ് ഏൽക്കും. ഭയങ്കര തീക്ഷ്ണതയായിരിക്കും. ഒരു 2-3 മാസം കഴിയുമ്പോഴത്തേക്ക് കുടുംബത്തിലൊക്കെ ഇച്ചിരി അലസണ്ട, ഇച്ചിരി പ്രശ്നം, ദാരിദ്ര്യം വന്നു കഴിഞ്ഞപ്പോൾ കരച്ചിലായി, നിലവിളിയായി, തണുത്തുറഞ്ഞു പോയി. ഇതങ്ങ് നോട്ട് ചെയ്ത് വെച്ചോ, ജീവിതത്തിൽ എപ്പോഴെങ്കിലും പ്രയോജനപ്പെടും. ആ തീക്ഷ്ണതയോടെ ഏറ്റത് എന്തായി തീർന്നു? അതുപോലെ അങ്ങ് ഉറഞ്ഞു പോയി. അങ്ങനെയുള്ളവരും ഈ ഏതൊരു കാര്യത്തിലും, ഭൗതിക കാര്യത്തിലാണ് ഞാൻ പറയുന്നത്, തീക്ഷ്ണതയോടെ നാളെ നമുക്ക് ഈ വീടിൻ്റെ മുറ്റമൊക്കെ ഒന്ന് എല്ലാം ഒന്ന് ക്ലീനാക്കി കഴുകി ഒന്ന് വൃത്തിയാക്കാം, തലേന്ന് എന്ത് പറയുന്നു, ശരിയടി എന്നൊക്കെ പറഞ്ഞ് അച്ചായൻ പതുക്കെ തീരുമാനമൊക്കെ അങ്ങോട്ട് എടുത്തു. അങ്ങോട്ട് രാവിലെ എഴുന്നേറ്റ്, എനിക്കിന്ന് വയ്യടി, മനസ്സിലാകുന്നുണ്ടോ? വയ്യ, നാളത്തേക്ക് അങ്ങനെ. നാളെ ആയപ്പോഴും നമുക്ക് മറ്റന്നാൾ. നിസ്സാരം വീട്ടിലെ പുല്ല് ചെത്തുന്ന കാര്യമാണ്. മനസ്സിലായോ? ഈ വ്യക്തി എങ്ങനെ ആത്മീയകാര്യം ഏൽപ്പിക്കുമോ? നിങ്ങളെന്നെ ചിന്തിച്ച് നോക്ക്, ഏൽപ്പിക്കുമോ ഈ വ്യക്തിയെ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഭൗതിക കാര്യത്തിൽ വിശ്വസ്തരായവരെയാണ് ആത്മീയകാര്യം ഏൽപ്പിക്കത്തുള്ളൂ. മൂന്നാമത്, പുറകിൽ നിന്ന് ആവർത്തിച്ച് നിർബന്ധിച്ചാൽ മാത്രമേ ചൂലെടുത്തൊന്ന് തൂക്കത്തുള്ളൂ. വീടൊന്ന് വൃത്തിയാക്കണമെങ്കിൽ പുറകിൽ നിന്ന് ആരെങ്കിലും പറയണം. ഇങ്ങനെയുള്ള ആൾക്കാരും ആത്മീയ ജീവിതത്തിൽ, സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും കേരളത്തിലാണ്. കാരണം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വം പോലും കറക്റ്റ് ചെയ്യാത്ത ഒരാൾ ആത്മീയ കാര്യം എങ്ങനെ ചെയ്യും? ഹല്ലേലൂയ. പിന്നെ എപ്പോഴും കിടന്ന് ഉറങ്ങുന്ന വില്ലന്മാരോ വില്ലത്തിമാരോ ഉണ്ടെങ്കിൽ 24 സൂര്യൻ ഉദിച്ച് 11 മണിക്ക് ഫോൺ ചെയ്താൽ പോലും ഫോൺ എടുക്കത്തില്ല, ഉറക്കമാണ്. അങ്ങനെ ഉറങ്ങുന്നതും ഈ പെട്ടെന്നുണ്ടാവുന്ന ഒരു ഇതിലൊക്കെ സുവിശേഷകരൊക്കെ ആവുന്നതാണ്. പക്ഷേ ഗുരുക്കന്മാരില്ലാതെ വരുന്ന ഒരു കാലഘട്ടം എത്തുമ്പോൾ ഇവരൊന്നും നിലനിൽക്കത്തില്ല, ഇവരൊക്കെ തളർന്ന് തരിപ്പണമാകും. എക്സ്പീരിയൻസ് വെച്ച് പറയുന്നതാണ്, ഇതൊരു പ്രവചനമല്ല. അതായത് ഗുരുക്കന്മാരുടെ സപ്പോർട്ട് കാരണമാണ് ഇപ്പോൾ തിളങ്ങി നിൽക്കുന്നത്. ഈ ഉറക്കത്തിൻ്റെ ആൾക്കാർ കേട്ടോ, ഗുരുക്കന്മാരുടെ സപ്പോർട്ട് കാരണമാണ് തിളങ്ങി നിൽക്കുന്നത്. ഈ തിളക്കമൊക്കെ ഉറക്കത്തിൻ്റെ ആത്മാവുള്ളവൻ, അവൻ ഈ ഗുരുക്കന്മാരില്ലാതായി, ലീഡേഴ്സൊക്കെ ഇല്ലാതായി അങ്ങോട്ട് കഴിഞ്ഞു കഴിയുമ്പോൾ ഇവൻ ഒറ്റപ്പെട്ട് സുവിശേഷ വിലയേണ്ട ഒരു സാഹചര്യം വരുമ്പം ഇവൻ പിന്നെ ധ്യാനവും വെക്കത്തില്ല, പ്രാർത്ഥനയും വെക്കത്തില്ല. അവൻ അടുത്ത കൂട്ടുകെട്ടുമായിട്ട് അവൻ്റെ പാട്ടിന് പോകും, ഉറങ്ങാനുള്ള വകുപ്പുമായിട്ട്. അതുകൊണ്ടാണ് ഞാനുള്ള കാര്യം പറയാം, ഇവരൊക്കെ വിളി നശിപ്പിക്കാൻ നടക്കുന്നവരാണ് ഇവരെല്ലാം. ഇവരിലൊന്നും പ്രതീക്ഷ ഞാൻ വെക്കാറില്ല. അങ്ങനെയുള്ളവർ ഈ രാവിലെ കിടന്ന് ഉറങ്ങുന്ന ആണുങ്ങളിൽ ഞാൻ പ്രതീക്ഷ വെക്കാറില്ല. ഉള്ള കാര്യം ഞാൻ തുറന്ന് പറയാം. രാവിലെ ഒരു 10 മണിയായാലും 11 മണിയായാലും എഴുന്നേക്കത്തില്ല, ഉറക്കത്തോട് ഉറക്കം തന്നെ. ഇങ്ങനെയുള്ളവനൊക്കെ ബൈബിളും എടുത്തിറങ്ങണ്ട, ഇവനൊക്കെ കള്ളപ്പിള്ളകളാണ്. ഹല്ലേലൂയ. ഉള്ള കാര്യം ഞാൻ പറയാം. നിങ്ങൾ രാവിലെ അവൻ എഴുന്നേറ്റ് അവൻ ദൈനംദിന ജോലിക്ക് പോകണം, അല്ലെങ്കിൽ അവനുള്ള പ്ലാൻ ചെയ്യണം, രാവിലെ എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കണം. എന്നാൽ നമ്മൾ രാത്രിയിലെല്ലാം കർത്താവിന് വേണ്ടി വേല ചെയ്തു, രാത്രി വൈകിയാണ് കിടന്നത്, എന്നിട്ടാണ് രാവിലെ ഒരു 9 മണി വരെ, ഞാനൊക്കെ 9 മണി വരെ എത്ര വൈകി കിടന്നാലും 7 മണിയാകുമ്പോൾ നമുക്ക് അതിൽ കൂടുതലൊന്നും ഉറക്കം വരത്തില്ല. 8 മണിയാകുമ്പോഴേ അല്ലെങ്കിൽ ബംഗാളികൾ വന്ന് വിളിച്ചുണർത്തും. ഇനി ബംഗാളികൾ വിളിച്ചില്ലെങ്കിൽ 9 മണിയാകുമ്പോൾ അടുത്ത ആൾ വന്ന് വിളിക്കും. അപ്പോൾ ഇത് കാരണം നമ്മുടെ ഒന്നും ഉറക്കം നടക്കത്തില്ല, അത് വേറെ വിഷയം. എന്നാലും 9 മണി കൂടുതലൊന്നും ഉറങ്ങാൻ പറ്റത്തില്ല നമുക്ക്. ഹല്ലേലൂയ. എന്നാലും 1 മണി വരെയും കിടന്ന് ഉറങ്ങുന്ന രീതികളുണ്ട് ചിലവർക്കൊക്കെ. അപ്പോൾ അതൊന്നും സുവിശേഷ ജോലിക്ക് ശരിയൊന്നുമല്ല അത്. അപ്പോൾ അങ്ങനെയുള്ളവരെയൊന്നും ഏൽപ്പിക്കത്തില്ലെന്നാ. അങ്ങനെയുള്ളവർ അഥവാ സുവിശേഷ വേല എന്തെങ്കിലും ഏറ്റിട്ടുണ്ടെങ്കിൽ അതെനിക്കറിയാം, അത് അധികം നാൾ നീണ്ടു പോകത്തില്ല. കാരണം അങ്ങനെ ഏൽക്കാൻ പറ്റത്തില്ലെന്നാണ് നിയമം എഴുതി വച്ചിരിക്കുന്നത്. ഉറങ്ങുന്നവനെ ഉണരുക എന്നും ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരൊന്നും എപ്പോഴും ഉറങ്ങുന്നവർക്ക് സുവിശേഷം അത് കറക്റ്റല്ല, അത് ആ വിളി എപ്പോഴെങ്കിലും പോവും. അടുത്തത് നിങ്ങൾ നോക്കേണ്ടത്, മറ്റുള്ളവരെ നമ്മൾ ഇത് ശ്രദ്ധിച്ചോ? ഉറക്കത്തിൻ്റെ കാര്യം മനസ്സിലായോ? എന്തിനാ ഈ ഉറക്കത്തിൻ്റെ കാര്യം എന്തിനാ പറഞ്ഞത്? നിങ്ങളുടെ വിളി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അതിൻ്റെ അകത്തൊരു നന്മയുണ്ട്. ഇനി അടുത്തത്, നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് കൃപ കിട്ടാത്തത്, ഇനി എത്ര ആഗ്രഹിച്ചാൽ പോലും നിങ്ങൾക്ക് കൃപ കിട്ടാത്തത് ശ്രദ്ധിക്കുക. ഇത് നോട്ട് ചെയ്തേക്കണേ എല്ലാവരും, സൂമിലുള്ള ഇത്രയും പേര് നോട്ട് ചെയ്തേക്കണം. കൃപ കിട്ടാത്ത ഒരു സ്വഭാവമുണ്ട്. നിങ്ങളുടെ കഷ്ടതകൾക്കും നിങ്ങളുടെ തകർച്ചകൾക്കും എല്ലാത്തിനും ഉത്തരവാദി മറ്റൊരാളാണെന്ന് പറഞ്ഞ് പഴി പറയുന്ന സ്വഭാവമുള്ള ഒരാളെ യേശു ക്രിസ്തു തിരഞ്ഞെടുക്കത്തില്ല. ഇത്രയും നാളായിട്ട് എൻ്റെ എക്സ്പീരിയൻസ്, തിരഞ്ഞെടുക്കത്തേയില്ല. നിങ്ങളിനി എത്ര ആഗ്രഹിച്ചാലും ശരി, നിങ്ങളെ തിരഞ്ഞെടുക്കത്തില്ല.
മറ്റുള്ളവരെ പഴി പറയുക. നിങ്ങളുടെ തകർച്ചയ്ക്ക്, നിങ്ങളുടെ എല്ലാ നാശത്തിനും കാരണം മറ്റുള്ളവരാണ്. ഇതാണ്. ഇത് നിങ്ങളങ്ങ് വിശ്വസിക്കുക. നിങ്ങളത് പഴി പറഞ്ഞുകൊണ്ട് എത്ര പറഞ്ഞാലും നിങ്ങൾ മാറ്റത്തില്ല. നിങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുക. നിങ്ങൾ യേശുക്രിസ്തുവിനെ കണ്ടിട്ട് പോലുമില്ല. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. അപ്പോൾ നമ്മൾ അത് അങ്ങനെ ഒരു സംഭവം നിങ്ങളിൽ വരാതിരിക്കണം. എന്ത് ചെയ്യണം? നമ്മളെ ഏൽപ്പിച്ച കാര്യം ഏതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ ഏൽപ്പിച്ച ഡ്യൂട്ടി എന്താണെന്ന് അറിയാത്തത് കാരണമാണ് നമുക്ക് ഈ മറ്റുള്ളവരെ പഴി പറയാൻ തോന്നുന്നത്. അതെന്താ കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരുപാട് പേരുടെ അങ്ങനെ ഒരു ക്യാരക്ടർ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് കൂടെ എടുത്തു പറയുന്നത്. മാറ്റിയിട്ടുള്ള ദൈവദാസന്മാരും ദൈവദാസിമാരും ഉണ്ട്. ഞങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം മാറ്റിയിട്ടുള്ളവരുണ്ട്. അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഞാനിത് ക്ലാസ് നിർത്തുമ്പോൾ ഒരൊറ്റ കാര്യം പറഞ്ഞ് നിർത്താനാണ് ആഗ്രഹിക്കുന്നത്. ദൈവവേലയ്ക്ക് ഇറങ്ങിയ ആരെങ്കിലും ഇനി പൂർവിക ശാപം നിങ്ങളുടെ മേൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. ഇപ്പോൾ പൂർവ്വപിതാക്കന്മാർ ചെയ്ത പാപങ്ങളും ശാപങ്ങളും ഇപ്പോഴും നിങ്ങളുടെ മേലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ദൈവവേലയ്ക്ക് ഇറങ്ങിയവരടുത്താണ് പറയുന്നത്, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, അതൊന്നും നിങ്ങളുടെ മേൽ ഇല്ലെന്നുള്ളതിന് തെളിവ് സഹിതം നിങ്ങൾക്ക് പറയാം. കർത്താവിന് വേണ്ടി വേല ചെയ്യുന്ന കുടുംബങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, നിങ്ങളുടെ മേൽ പൂർവിക ശാപങ്ങളില്ല. പാപിയായ മനുഷ്യരെ കെട്ടുകയും ദൈവസന്നിധിയിൽ ആ മനുഷ്യരുടെ ആത്മാക്കളെ കൊണ്ട് നിർത്തുന്ന രീതി നിങ്ങൾ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞ എത്രമാത്രം മനസ്സിലായി എന്നറിയത്തില്ല, ഒന്നുകൂടെ പറയാം. എത്ര വചനം കേട്ടിട്ടും മാനസാന്തരപ്പെടാത്ത ആൾക്കാർ, പാപിയായ മനുഷ്യർ, ആ പാപിയായ മനുഷ്യരുടെ ആത്മാക്കളെ കെട്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ട് ചെല്ലാൻ, ഹല്ലേലൂയ, അങ്ങനെ ഒരു ശുശ്രൂഷ രീതിയുണ്ട് മനുഷ്യന്. സ്വർഗത്തിൽ കെട്ടുന്ന, നീ ഭൂമി കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെടും, ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിക്കപ്പെടും. ഈ വചനം കൂടെ ഓർത്തുകൊള്ളുക. അപ്പോൾ സുവിശേഷ വേല ചെയ്യുന്ന, അതായത് കർത്താവിൻ്റെ വചനം വിത്ത് വിതയ്ക്കുന്ന നിങ്ങൾക്ക്, നിങ്ങൾ രക്ഷിക്കാൻ നോക്കിയ മനുഷ്യർ നിങ്ങളെ അതും ഇതും പറഞ്ഞ് പണത്തിന് വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ വേല പോലും പണം കളക്ട് ചെയ്യാൻ വേണ്ടി പിശാച് ആലോചന കൊടുത്ത് അതിനു വേണ്ടി നിങ്ങൾ ഇറങ്ങിത്തിരിക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ സുവിശേഷ വേലയോടല്ല താല്പര്യം, എങ്ങനെങ്കിലും മറ്റുള്ളവരുടെ കയ്യിരിക്കുന്ന പണം ഏത് വിധേനയും നിങ്ങളുടെ മേൽ വരണം, ഇതാണ് നിങ്ങളുടെ ലക്ഷ്യം. അങ്ങനെയാണെങ്കിൽ അതാ ഞാൻ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളുടെ ആത്മാവിൻ്റെ മേൽ കെട്ടുവീഴ്ത്താൻ ദൈവത്തിന് അനുവാദമുണ്ട്. ഹല്ലേലൂയ, യേശുവേ ആരാധന. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 30-ാമത്തെ വാക്യം. കൊയ്ത്തുവരെ അവ രണ്ടും ഒരുമിച്ച് വളരട്ടെ. കൊയ്ത്തുവരെ രണ്ടും, കളകളെല്ലാം ഒരുമിച്ച് വളരട്ടെ. കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്ത്തുകാരോട് പറയും. ആരോടാ പറയുന്നത്? എല്ലാ ദൈവ മക്കളും ശ്രദ്ധിച്ചോ, ആരോടാ പറയുന്നത്? കൊയ്ത്തുകാരോട് പറയും. കൊയ്ത്തുകാരാരാണ്? നമ്മൾ ഓരോരുത്തരാണ്. അപ്പം നമ്മളോട് പറയും. ഇന്ന് ഇതാണ് കൊയ്ത്തുകാലമെങ്കിൽ ഈ കാലത്ത് നമ്മളോട് പറയും, ആദ്യമേ കളകൾ ശേഖരിച്ച് തീയിൽ ചുട്ടുകൊള്ളുവിൻ. കളകൾ ശേഖരിച്ച് എവിടെ കളയണം? തീയിൽ ചുട്ടുകളയാണ്. അതാണ് ബന്ധിക്കാനുള്ള അധികാരം. പിശാചിനെ ഏൽപ്പിച്ചു കൊടുക്കാനുള്ള അധികാരമൊക്കെ ഈ വചനത്തിൻ്റെ അകത്ത് കിടപ്പുണ്ട്. കൊയ്ത്തുകാർക്ക് കിടക്കും, അത് കൊയ്ത്തുകാർക്ക് കിടപ്പുണ്ട്. അങ്ങനെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ആരോടാ പറയുന്നത്? കൊയ്ത്തുകാരോട് പറയും. അവിടെ മാലാഖമാരെക്കാളും അധികാരം മനുഷ്യനുണ്ടെന്ന് പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്. മാലാഖമാർ ദൈവമക്കൾക്ക് താഴെയാണ്, നമുക്ക് മേളിലല്ല മാലാഖമാർ. അങ്ങനെ ചില സഭകൾ വിശ്വസിച്ച് മാലാഖമാരോട് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ അത് വചനത്തിൽ അങ്ങനെ പഠിപ്പിക്കുന്നില്ല, അപ്പോസ്തലന്മാരും പഠിപ്പിക്കുന്നില്ല. നമ്മളുടെ ദേഹത്താണ് യേശുവിൻ്റെ രക്തമുള്ളത്, മാലാഖമാരുടെ ദേഹത്ത് യേശുവിൻ്റെ രക്തമൊന്നുമില്ല. അതുകൊണ്ട് മാലാഖമാരെക്കാളും അധികാരം നമുക്കാണുള്ളത്. അതുകൊണ്ട് ഇത് മാലാഖമാരോട് പറഞ്ഞതാണ് എന്ന് ധരിക്കണ്ട. അവരെക്കാളും അധികാരം നമുക്കുള്ളത് കാരണം നമ്മളുടെ ആജ്ഞ കേട്ടിട്ട് അവർ ചെയ്യുന്നതാണത്. അപ്പോൾ നമുക്ക് ഇതെന്താണ് പറയുന്നത്? കൊയ്ത്ത് കാലത്ത് ഞാൻ കൊയ്ത്തുകാരോട് പറയും. അങ്ങനെയാണ് യേശു പറഞ്ഞത്. യേശു അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ പ്രസംഗിക്കാൻ പറ്റത്തുള്ളൂ. കൊയ്ത്തുകാരോട് പറയും, ആദ്യമേ കളകൾ ശേഖരിച്ച് തീയിൽ ചുട്ടുകളയുവാൻ അവ കെട്ടുകളാക്കി വെക്കുവിൻ. എന്നുവെച്ചാൽ ഈ തീയിൽ ചുട്ടുകളയുവാൻ വേണ്ടി അവരെ കെട്ടുന്ന
കെട്ടുന്നത് കൊയ്ത്തുകാരാണ്. അതാ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. കൊയ്ത്തുകാരാണ് അവരെ കെട്ടുന്നത്. ഹല്ലേലൂയ, യേശുവേ ആരാധന. അപ്പോൾ ഒരു കൊയ്ത്തുകാരനായി നീ മാറിക്കഴിഞ്ഞാൽ നിന്റെ മേലെങ്ങനെയാണ് ശാപത്തിൻ്റെ കെട്ടുണ്ടാവുന്നത്? നിന്റെ മേലെങ്ങനെയാണ് ശാപത്തിൻ്റെയും മറ്റു ബന്ധനങ്ങളുടെയും കെട്ട് വരുന്നത്? ഒരിക്കലും വരത്തില്ല. നിന്റെ മേൽ ഈ കെട്ട് റിമൂവ് ചെയ്ത് നിന്റെ മേലുള്ള ഈ ഇതിനെയൊക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു യേശു ക്രിസ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ബ്രേക്ക് ചെയ്തിട്ട് നിനക്കാണ് ഇപ്പോൾ കെട്ടാൻ അധികാരം തന്നിരിക്കുവാണ്. നിനക്ക് ബന്ധിക്കാൻ അധികാരമുണ്ട് യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. അത്രയും പവറുള്ള ഒരു ശുശ്രൂഷയിലേക്കാണ് ദൈവമക്കളെ നിങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് സ്ത്രീ സഹോദരങ്ങൾ ശ്രദ്ധിക്കുക, സഹോദരിമാർ ശ്രദ്ധിക്കുക. നിങ്ങളൊക്കെ ചെറിയ രീതിയിലാണ് വചനം പറയുന്നതെങ്കിലും ഇപ്പോൾ എടുത്ത ക്ലാസ്സുമായി നിങ്ങൾ ബന്ധമുണ്ട്. ഇന്നെടുത്ത ക്ലാസ് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഭയഭക്തിയോടുകൂടി ദൈവവേലയിൽ വ്യാപൃതരാകാൻ നിങ്ങൾ ശ്രമിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ചെറിയ രീതിയിലാണ് നിങ്ങൾ വചനം പറഞ്ഞ് തുടങ്ങിയെങ്കിൽ 30 മേനിയുടെ പേരിൽ നിങ്ങളുടെ പേരുണ്ട്. ഇല്ല, നിങ്ങൾക്ക് ഒരു 10, 12, 14 വർഷത്തെ എക്സ്പീരിയൻസ് ആയെങ്കിൽ ഒരു 60 മേനിയുടെ പേര് നിങ്ങൾക്കുണ്ട്. ഹല്ലേലൂയ. ഇതൊന്നും വെറുതെ പോകത്തില്ലെന്ന് ഓർത്തുകൊള്ളുക. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കട്ടെ. വീടിൻ്റെ അകത്ത് ഒളിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ദൈവവിളിയും പ്രവചനവും കിട്ടിയിട്ട് ഒളിച്ചിരിക്കുന്നവർ, ഇനി അടവും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വന്നാൽ അവരെ ചെവിക്കൊള്ളണ്ട. യേശുവേ ആരാധന. അവർ ദൈവത്തെ നിഷേധിച്ചവരാണ്. ഈ ഭൗതിക കാര്യങ്ങളിൽ അവർ തളഞ്ഞു കിടക്കുന്നവരാണ്. അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക. യേശുവേ ആരാധന. നിങ്ങളുടെ മേൽ ദൈവവിളി ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി സന്തോഷത്തോടെ ചെയ്യുക. അത്യുന്നതനായ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നിങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കും. എല്ലാവിധ ശാപക്കെട്ടുകളിൽ നിന്നും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആത്മാവിനും നിത്യജീവനും പ്രാപിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന. ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനത്തില് ഞാൻ നിങ്ങളടുത്ത് പറയുന്നു, സ്തോത്ര, 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 സ്തോത്ര. അതുപോലെ ശ്രദ്ധിക്കണം. ഈ ഞാൻ നേരത്തെ ആത്മാക്കളെക്കുറിച്ച് 6 ആത്മാക്കളെക്കുറിച്ച് പറഞ്ഞതിൻ്റെ അകത്ത് ഈ കേട്ടുകൊണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഏതെങ്കിലും ആത്മാവിനെക്കുറിച്ച് അങ്ങനെ ദൈവം പറഞ്ഞിട്ടുണ്ടോ? യേശുവിനെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ, വചനത്തെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ ഇങ്ങനെ ഒരു വളിച്ച ചിരിയായിട്ട് നിൽക്കില്ല ചിലവർ. അങ്ങനെ ഒരു ആത്മാവിനെക്കുറിച്ച് വല്ലതും നിങ്ങൾ കേട്ടായിരുന്നോ? അങ്ങനെയുള്ള ആത്മാക്കൾ എന്ന് വെച്ചാൽ ആത്മാക്കളൊന്നും യേശുവിൻ്റെതല്ല. അതേസമയം യേശുവിനെതിരെയോ വചനത്തിനെതിരെയോ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ശക്തിയേറിയ മറുപടി കൊടുത്ത് അതിന് കറക്റ്റായിട്ട് അതിന് ആൻസർ കൊടുക്കുന്ന ആത്മാവാണ് നമ്മളിതുവരെ കേട്ടിട്ടുള്ള ആത്മാവ്. അല്ലാതെ ഒരു വളിച്ച ചിരിയും ചിരിച്ച് അവരെന്തോ പറയട്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനങ്ങളെയൊന്നും ദൈവം തിരഞ്ഞെടുക്കത്തില്ല. യേശുവേ ആരാധന. ഹല്ലേലൂയ. നിങ്ങൾക്കെതിരെ പറയുമ്പോഴല്ല, ഗ്രൂപ്പിലെ ലീഡേഴ്സിനെതിരെ പറയുമ്പോഴല്ല, മറിച്ച് ദൈവത്തിനെതിരെ പറയുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയ്ക്കെതിരെ പറയുമ്പോൾ പ്രതികരിക്കാതെ, സാക്ഷ്യപ്പെടുത്താതെ, യേശുവിന് വേണ്ടി സാക്ഷ്യപ്പെടുത്താതെ നിങ്ങൾ കേട്ടുകൊണ്ട് വരികയാണെങ്കിൽ നിങ്ങളിൽ ഈ ആത്മാവ്, ഈ പറഞ്ഞപ്പെട്ട കൊയ്ത്തിൻ്റെ ആത്മാവൊന്നും നിങ്ങളിൽ ഇല്ല എന്ന് നിങ്ങൾ ഉറപ്പിക്കാം. അതേസമയം തക്ക മറുപടി കൊടുക്കുന്നവർക്കൊക്കെ അതാണ്. കൊയ്ത്തിൻ്റെ ആത്മാവ് കടക്കുന്നവർ വെറുതെ ഇരിക്കത്തില്ല, അവർ വെച്ച് കീറും അവർ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ദൈവത്തെ സ്തുതിക്കാം നമുക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന് വേണ്ടി വേല ചെയ്യാൻ കർത്താവ് പലരെയും വിളിക്കുന്നുണ്ട്. ആ വിളി സ്വീകരിക്കുക. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. വഴിയരികിൽ വീഴല്ലേ, കല്ലിന്മേലും പതിയല്ലേ, നല്ല നിലമായി മാറ്റണമേ. വിതയുള്ള 100 മേനി എന്നിൽ പൂത്തിടുവാൻ പുത്തൻ വിതയേകൂ, പുത്തൻ മഴയേകൂ. തിരുസാന്നിധ്യം പുതുശക്തിയായി അതരത്തെ ചലിപ്പിക്കും കൃപയേ. അതുപോൽ കാർമേഘം കാണുന്നില്ലേ,
മഴയായി പെയ്യും വാഗ്ദത്തം ഇന്ന് എന്നിൽ കൊയ്തുണ്ട്. നിൻ പേര് തീയേകൂ ഇന്ന് എന്നിൽ കൊയ്ത്തുണ്ട്. നേരിൽ തീയേകൂ ഇനി ഞാൻ എഴുന്നേൽക്കുമേ കാറ്റിലും വേഗത്തിൽ. ഇനി ഞാൻ എഴുന്നേൽക്കുമേ കാറ്റിലും വേഗത്തിൽ. വഴിയരികിൽ വീഴല്ലേ, കല്ലിന്മേലും പതിയല്ലേ. നല്ല നീലമായി മാറ്റണമേ, നല്ല നീലമായി കൂട്ടണമേ. വിതയുള്ള നൂറുമേനി എന്നിൽ പൂത്തിടുവാൻ പുത്തൻ വിതയേകൂ, പുത്തൻ മഴയേകൂ. ഉണർവേ 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 അഭിഷേകത്താൽ നനയ്ക്കണമേ. ഉണർവേ 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 അഭിഷേകത്തിൽ ഉണർവേ. പുതുമഴ പുതുമഴ പുതുമഴയേ അഭിഷേകത്താൽ നനയ്ക്കണമേ. എന്നിൽ ഇന്ന് കൊയ്ത്തുണ്ട്. നിന്റെ പേർ തീയേകൂ ഇനി ഞാൻ എഴുന്നേൽക്കുമേ കാറ്റിലും വേഗത്തിൽ. ഇന്ന് എന്നിൽ കൊയ്ത്തുണ്ട്. പേരിൽ എല്ലാവരും പാടിയേ. ഇനി ഞാൻ എഴുന്നേൽക്കുമേ കാറ്റിലും വേഗത്തിൽ. പണം നമുക്ക് ഉണർവേ 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 അഭിഷേകത്തിൽ ഉണർവേ. പുതുമഴ പുതുമഴ പുതുമഴയേ അഭിഷേകത്താൽ നനയ്ക്ക്. എല്ലാവരും പടിയേ. ഉണർവേ ഉണർവേ. നല്ല തീരുമാനം എടുത്തവരൊക്കെ ഒരു പ്രാർത്ഥനയായിട്ട് ഈ ഗാനം പാടിയേ. പുതുമഴ പുതുമഴ പുതുമഴയേ അഭിഷേകത്താൽ നനയ്ക്കണമേ. ഇന്ന് എന്നിൽ കൊയ്ത്തുണ്ട്. നിൻ പേര് തീയേകൂ ഇന്ന് എന്നിൽ കൊയ്ത്തുണ്ട്. നിൻ പേര് തീയേകൂ ഇനി ഞാൻ എഴുന്നേൽക്കുമേ കാറ്റിലും വേഗത്തിൽ. ഇനി ഞാൻ എഴുന്നേൽക്കുമേ കാറ്റിലും വേഗത്തിൽ. വിതയുള്ള നൂറുമേനി എന്നിൽ പൂത്തിടുവാൻ പുത്തൻ വിതയേകൂ, പുത്തൻ മഴയേകൂ. വഴിയരികിൽ വീഴല്ലേ, കല്ലിന്മേലും പതിയല്ലേ. നല്ല നീലമായി കൂട്ടണമേ, നല്ല നീലമായി മാറ്റണമേ. വഴിയരികിൽ വീഴല്ലേ, കല്ലിന്മേലും പതിയല്ലേ. നല്ല ആമേൻ ആമേൻ ആമേൻ. സ്തുതിച്ച് പ്രാർത്ഥിക്കുക എല്ലാവരും. സ്തുതിച്ച് സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.